ഒരു ലീഡർ എങ്ങനെ ടീം അംഗങ്ങളോട് അയാളുടെ ഡൈനാമിക് എന്താണ്, അത് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്നെന്ന് തോന്നുന്നു. അപ്പം ദ മോർ ഓണസ്റ്റ് ആൻഡ് റിസെപ്റ്റീവ് ആൻഡ് ഹി ഈസ് ദ ലീഡർ ഈസ്, ദ ഗ്രൂപ്പ് ഇസ് ആസ് ഗുഡ്. അപ്പം എന്ന് വെച്ചാൽ അപ്പം അത് വർക്ക് മാത്രമല്ല, ഇറ്റ്സ് നോട്ട് എ ക്രിയേറ്റീവ് എൻഡോർ, ഇറ്റ് ബിക്കംസ് എ വെരി ഫൺ തിങ്. ഒരു എക്സ്കർഷൻ പോലെയൊക്കെ ആവും. പിന്നെ അത് ഭയങ്കര അടിപൊളി. സോ ആ സോങ് അപ്പം നമ്മൾ ആ ഫസ്റ്റ് വേർഷൻ ഇസ് ഓൺലി ലൈക്ക് 2 minutes 3 minutes ലോങ്. പിന്നെ ഈ റാപ്പും കൂടെ വന്നപ്പോഴത്തേക്കും നൗ ഇറ്റ്സ് ഐ തിങ്ക് 4 minutes ഓർ സംതിങ്. എനിക്ക് കറക്റ്റ് നമ്പർ എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതൊരു നല്ല ബ്യൂട്ടിഫുൾ ട്രാക്കായി, അതിന് കുറച്ചും കൂടെ ഡെഫിനേഷൻ വന്നു. ആൻഡ് ഇറ്റ് മേഡ് ഇറ്റ് ഇവൺ മോർ സ്പെഷ്യൽ ഇൻ ദ സെൻസ് ദാറ്റ് ക്ലൈമാക്സിൽ എന്റെ ഷോട്ടിലാണ് ഈ റാപ്പ് വരുന്നത്, റെഡ് കളറിലുള്ള 2 കണ്ണുരുണ്ട കണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഉണ്ടാക്കിയ പാട്ട് എന്റെ സീനിൽ തന്നെ വരുമ്പോഴത്തേക്കും അത് ഭയങ്കര കുറെ മാജിക് ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. റെഡ് കളറിലുള്ള 2 കണ്ണുരുണ്ട കണ്ട, ചുണ്ടിനടയി വെണ്ടയല്ല തുണ്ടി മുതൽ കണ്ട, ഇരുമ്പിരുന്നുരഞ്ഞ് കൈത്തടങ്ങളിൽ തഴമ്പാ, മുണ്ടുപറിയും കുണ്ട വിഴുങ്ങും തൊണ്ട വഴിയൊരുണ്ട. നമ്മുടെ കൂടെ അനൂപ് മോഹൻദാസിന്റെ പിക്കു എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. പിക്കു, വെൽക്കം. ഹലോ ആശിഷ്. പിക്കുവിനെ ഒരുപാട് ആളുകൾക്ക് മുൻപേ അറിയണ്ടാവും, കമ്മട്ടിപ്പാടം കാലം തൊട്ട്. അതിന് മുൻപ് അറിയുന്ന ആളുകളും ഉണ്ടാവും, ബിക്കോസ് യു ആർ നോൺ സിംഗർ ദാറ്റ് വേ. പക്ഷെ നമുക്ക് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റിലേക്ക് വന്നിട്ട് പിന്നെ പുറകോട്ട് പോകാൻ തോന്നുന്നു. സോ ലേറ്റസ്റ്റ് ഇൻ ദ സെൻസ് നമ്മൾ കണ്ടിട്ടുള്ളതിൽ ലേറ്റസ്റ്റ് ഇപ്പോ ക്രോണിക്കിൾസ് ഓഫ് ഫോർ ഗ്യാങ് സംഭവ സംഘം, അതിലെ ഏറ്റവും എനർജൈസിങ് പെർഫോമൻസിന്റെ ഉടമയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ഒരു പെർഫോമൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. നാലര സംഘത്തില് ആശിഷ് പറഞ്ഞ പോലെ ഇപ്പൊ ലേറ്റസ്റ്റ് ചെയ്ത വർക്കാണ്. ആൻഡ് എന്റെ ബൈ ഫാർ എന്റെ ഏറ്റവും ഒരു ഭാഗ്യം പോലത്തെ ഒരു ക്യാരക്ടർ. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറും ഒരുപാട് ലൈക്ക് എക്സെൻട്രിസിറ്റിയും പിന്നെ കുറച്ചൊരു വേറെ മാനസികമായിട്ട് കുറച്ച് വേറൊരു തലത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം അത് ചെയ്യാൻ ഭയങ്കര രസമാണ്. എനിക്കാണെങ്കിൽ പൊതുവെ ഈ എനർജി ബേസ്ഡ് സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനൊക്കെ. അപ്പോ അങ്ങനെ നോക്കുമ്പോ ആൻഡ് ഇറ്റ് ഇസ് എ വെരി ഈവൻ ദോ ദ ലൈക്ക് അത് ലാസ്റ്റ് 2 എപ്പിസോഡിൽ വന്ന് പെട്ടെന്ന് പുള്ളി വന്ന് അങ്ങ് പോവും. പക്ഷെ അത് ആ ഉള്ള സമയത്തിലേക്ക് ഉള്ള ലൈക്ക് ആ ചെയ്യാനുള്ള കാര്യങ്ങളും, അപ്പൊ കൃഷാന്ത് വളരെ നന്നായിട്ട് ആ കൃഷാന്തിന് ആ ക്യാരക്ടറിനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ട്. അപ്പോ അതിന്റെ അവന് കൊടുത്തിരിക്കുന്ന സീൻസ് ആയാലും കാര്യങ്ങളെല്ലാം, അവന്റെ വ്യക്തിത്വം ആയാലും കൃഷാന്തിന് അതിനൊരു ലൈക്ക് ഒരു ഡെഫിനിഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത് പ്ലേ ചെയ്യാനും. അപ്പോ അത് എക്സിക്യൂട്ട് ചെയ്യാനും ഒരു പരിധി വരെയൊക്കെ ലൈക്ക് ഞാൻ ഹാപ്പി തന്നെയാണ് അതിൽ. വെരി ഹാപ്പി അബൌട്ട് ദ റോൾ. അപ്പൊ ഒരുപാട് അപ്പൊ എന്നാൽ കഴിയുന്ന രീതിയിൽ കുറെ പ്രിപ്പയർ ഒക്കെ ചെയ്തും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ അത് അപ്രോച്ച് ചെയ്തത്. ടോക്കിംഗ് ടു കൃഷ്ണൻ അബൌട്ട് ദാറ്റ് ക്യാരക്ടർ, കാരണം അത് കണ്ടിട്ടുള്ള ആർക്കും അത് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആൻഡ് വൺ ഇസ് ദാറ്റ് ഒരു കണ്ണ് അടച്ച്, ഞാനത് പറഞ്ഞു പ്രോസ്തെറ്റിക്സ് അല്ലേ ഉള്ളിൽ കൂടെ കാണുന്നുണ്ടാവുന്നുണ്ട്. സോ ഹി വാസ് സേയിങ് നോ, ഹി ഡിഡ് നോട്ട് ഹാവ് വിഷൻ ഓഫ് സോ ആൻഡ് ദാറ്റ് ടു പടക്കം ഉണ്ണിയാണ്. സോ യു ഹാവ് ക്രാക്കേഴ്സ് മോസ്റ്റ് ഓഫ് ദ ടൈം ആൻഡ് ബാക്ക്ഗ്രൗണ്ട് അതിന്റെ ഒരു ലൈറ്റും ഇതൊക്കെ. സോ ഹൗ ഈസി ഓർ ഡിഫിക്കൽട്ട് ഓർ ചാലഞ്ചിങ് വാസ് ദാറ്റ് ഡൂയിങ് ദാറ്റ് പെർഫോമൻസ്? ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ബട്ട് ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ്. ആൻഡ് ഫസ്റ്റ് കൃഷാന്ത് ഐ തിങ്ക് ലാസ്റ്റ് ഇയർ നവംബറിലാണ് കൃഷാന്ത് വിളിച്ചിട്ട് ഇങ്ങനൊരു ഐ വോണ്ട് ടു കാസ്റ്റ് യു എന്ന് പറഞ്ഞിട്ട് ഈ വേഷം തരുന്നത്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് ഇദ്ദേഹം പടക്കത്തിന്റെ ഒരു ഫാനറ്റിക് ആണ്, പിന്നെ സൂപ്പർ സ്റ്റാർ വിക്രമന്റെ ഭയങ്കര ആരാധകനാണ്. ആൻഡ് പുള്ളി ഇത്തിരി സിനിമാറ്റിക് ഡാൻസും അങ്ങനെയൊക്കെ ഉണ്ട് പുള്ളിക്ക്. ആൻഡ് പുള്ളി എപ്പോഴും ഒരു ആക്സിഡന്റിൽ പുള്ളിക്ക് പടക്കമൊക്കെ പൊട്ടിച്ച് ഒരു ലൈക്ക് ആരോ കൊണ്ടുവന്ന് പടക്കം പറഞ്ഞ് ഒരു കണ്ണൊക്കെ പോയി. അപ്പൊ തന്നെ ഇത് ക്യാരക്ടറിന്റെ ലുക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഇറ്റ് ഇസ് വെരി എക്സൈറ്റിംഗ്. ഓ ഫൈനലി ആസ് ആൻ ആക്ടർ ഐ ബിക്കം ലൈക്ക് ഒരു വെരി ലൈക്ക് സീരിയസ്ലി ലുക്കിംഗ് ഫോർ ടു ഇറ്റ്. ആൻഡ് ഇറ്റ് വാസ് ടു ബ്യൂട്ടിഫുൾ, ലൈക്ക് ഒരുമാതിരി ഒരു ലൈക്ക് ടു ഗുഡ് ടു ബി ട്രൂ എന്നൊക്കെ പറയത്തില്ലേ, ലൈക്ക് അൺബിലീവബിൾ ആയിരുന്നു അങ്ങനെ ഒരു ക്യാരക്ടർ പെട്ടെന്ന്. ഞാൻ കൃഷാന്ത് എന്റെ ഒരു വർക്കം കണ്ടിട്ടുള്ളൂ അതിന് മുമ്പ്. അപ്പം അതൊരു ഞാൻ മുമ്പ് ചെയ്തൊരു ഷോർട്ട് ഫിലിം കൃഷാന്ത് കാണുകയും അത് കണ്ടിട്ട് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മാത്രമാണ് കൃഷാന്ത് എന്റെ ഒരു വർക്ക് കണ്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ അകത്ത് ഇങ്ങനെ ഒരു ലൈക്ക് ഒരു കുറച്ചിങ്ങനെ ഓടി കുറച്ചൊരു ആക്ഷൻ പോലത്തെ ഒരു സാധനം. ഇറ്റ്സ് വെരി ലൈക്ക് 2 minutes ഫിലിം ഉണ്ട്. അപ്പോ എനിക്ക് ഈ വേഷം കിട്ടി. പിന്നെ ലൈക്ക് ഐ ഹാവ് ലൈക്ക് 3 or 4 months. അപ്പോ എനിക്ക് എന്റെ എക്സൈറ്റ്മെന്റ് കണ്ടെയ്ൻ ചെയ്യാനും പറ്റില്ല.
അപ്പൊ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് എന്ന് വെച്ചാൽ ഷൂട്ട് എനിക്ക് ഉടനെ ഇല്ല. കൃഷാന്ത് പറഞ്ഞു ഇതാണ് വേഷം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആൻഡ് ഒരു ഐ തിങ്ക് ഇറ്റ് വാസ് വി വെയർ ഓൺ കോൾ ഫോർ ലൈക്ക് ആൻ അവർ ഓർ സംതിങ്. ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഒറ്റ കോളില് ഈ നമ്മൾ ഇന്ന് സീരീസിൽ കാണുന്ന എല്ലാ സീൻസും സുശാന്ത് അന്ന് തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സംഭാഷണം ഇല്ല, പക്ഷെ ഉണ്ണിക്ക് സംഭാഷണം വളരെ കുറവാണ്, ടെക്സ്റ്റ് ഭയങ്കര കുറവാണ്. ദർശനയായിട്ട് കാറിലിരിക്കുന്ന, രമണിയായിട്ട് കാറിലിരിക്കുന്ന സീനിൽ മാത്രമാണ് സംഭാഷണം ഉള്ളത്. ആ സംഭാഷണം ഉൾപ്പെടെ കൃഷാന്ത് കംപ്ലീറ്റ്ലി നറേറ്റ് ചെയ്തു, ബിക്കോസ് ഹി വാസ് വെരി എക്സൈറ്റഡ് ഫോർ ദിസ് ക്യാരക്ടർ. അപ്പൊ കൃഷാന്തിന് പടക്കോണ്ണിയും പേലക്കുട്ടനും ഒക്കെ ഭയങ്കര താല്പര്യമുള്ള. അപ്പൊ പേലക്കുട്ടന് വേണ്ടി ഞാൻ അതിന് മുമ്പ് ഓഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ പിന്നെ പക്ഷെ പേലക്കുട്ടനായിട്ട് എനിക്ക് ഓണസ്റ്റ്ലി എനിക്ക് എന്നെ പേലക്കുട്ടനായിട്ട് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എന്തോ പ്രായം എന്റെ അത് ഒരു പ്രശ്നമാവില്ലേ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഐ കുഡ് ഹാവ് പ്ലേഡ് ലൈക്ക് ഐ വാസ് വെരി എക്സൈറ്റഡ് അബൌട്ട് പ്ലേയിങ് ഇറ്റ് ഓൾസോ. പക്ഷെ പിന്നെ വിഷ്ണു അഗസ്ത്യ ended up playing it. അതൊരു ലൈക്ക് ഇറ്റ്സ് എ ഫിനോമിനൽ പെർഫോമൻസ്. അതൊന്നും പറയാനില്ല. ഐ എം വെരി എക്സൈറ്റഡ് ആൻഡ് വെരി ഹാപ്പി ഫോർ ഹിം. പിന്നെ അത് കഴിഞ്ഞ് ഈ പടക്കവണ്ടി കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ നിന്റെ ദൈവം ഇതെന്റെ ലോട്ടറി അടിച്ചല്ലോ, കൊള്ളാം. ആൻഡ് പിന്നെ 4 മാസമുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, എനിക്കാണെങ്കിൽ ഇതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് അങ്ങോട്ട് കണ്ടെയ്ൻ ചെയ്യാനും പറ്റുന്നില്ല, എന്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു പിന്നെ നമ്മൾ ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ലുക്ക് ടെസ്റ്റിന് പോയിട്ട് ഈ മേക്കപ്പ് ഒക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ കണ്ടു ഈ ക്യാരക്ടർ എങ്ങനെയൊക്കെ ആയിരിക്കാം ഷൂട്ടിംഗ് സമയത്ത് വരുന്നത്. അപ്പൊ നമ്മള് ഒരു കണ്ണിങ്ങനെ ഇവിടെ കുറച്ച് അതിന്റെ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ലെൻസ് ഒക്കെ വെച്ച് നമ്മൾ നോക്കി. പിന്നെ എന്റെ മോൾഡ് ഒക്കെ എടുത്തു അതിന്റെ. അപ്പോ അന്ന് വെച്ചപ്പോഴത്തേക്കും നമ്മൾ വേറൊരു ലെൻസാണ് വെച്ചിരുന്നത്. അതിന് കാണാൻ പറ്റുന്ന ഒരു ലെൻസ് ആയിരുന്നു, ഒരു വൈറ്റ് ലെൻസ് വിത്ത് ബ്ലാക്ക് ഡോട്ട് ഇൻ ദ സെന്റർ. സോ അപ്പൊ കാഴ്ചയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ എന്നാലും അതിന്റെ ലുക്ക് കൃഷാന്തൻ അങ്ങോട്ട് ലൈക്ക് ആ ബ്ലാക്ക് ഡോട്ട് അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ അർഷാദ് വർക്കല മേക്കപ്പ് ആർട്ടിസ്റ്റ് അർഷാദിക്ക അടുത്ത് നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പം അർഷാദിക്ക പിന്നെ ഷൂട്ട് സമയമായപ്പോഴത്തേക്കും പുള്ളി പ്ലെയിൻ വൈറ്റ് ലെൻസ് വരുത്തി. എന്നിട്ട് അത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും എന്താ വെച്ചാൽ ഒരു എന്താ പറയാ, ഒരു ഫോഗ് പോലെയാണ്. പിന്നെ കാണാം എന്നുവെച്ചാൽ ഒരു 2 കണ്ണ് ലൈക്ക് വിഷൻ ക്ലിയർ ആണ്, ലൈക്ക് ഫുൾ ആയിട്ട് കാണാം. പക്ഷെ എന്തോ ഒരു ബ്ലറും ലൈക്ക് ഒരു കുറച്ചൊരു പിന്നെ ടേക്ക് സം ടൈം ടു ഗെറ്റ് യൂസ് ടു ഇറ്റ്. പതുക്കെ ഇങ്ങനെ ചെറിയൊരു തലവേദന അങ്ങനത്തെ ഒരു സാധനം വരും, ബാലൻസ് ഇഷ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അപ്പോഴും ഷൂട്ടായിട്ടില്ല. പിന്നെ ഷൂട്ടിന്റെ സമയത്ത് എത്തിയപ്പോഴാണ് ഈ ലെൻസ് വെച്ചത്. ഈ ലെൻസ് വെച്ച് അപ്പം എനിക്ക് തോന്നുന്നു കോതമംഗലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഒറ്റ ഷോട്ടേ ഉള്ളൂ. അവിടെ ഈ സെറ്റ് ഇട്ടിരുന്ന സ്ഥലത്ത് ഈ ഉണ്ണി വന്ന് ഇവരുടെ ആർട്സ് ക്ലബ്ബ് കത്തിക്കുന്നതല്ല, ആർട്സ് ക്ലബ്ബ് അല്ല, ഇവരുടെ ക്ലബ്ബ് ഉണ്ടല്ലോ, വിക്രമൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ഉണ്ണി വന്ന് കത്തിക്കുന്ന ഒരൊറ്റ ഷോട്ടേ ഉള്ളൂ. ഈ കത്തുന്ന ക്ലബിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം, അത്രേ ഉള്ളൂ. അപ്പോ അത് ചെയ്യാനായിട്ട് അപ്പൊ മേക്കപ്പ് ചെയ്തു. വൈകുന്നേരം ഉച്ചയ്ക്ക് സെറ്റിലെത്തി മേക്കപ്പ് ചെയ്ത് വൈകുന്നേരം ആയപ്പോ ഒരു 2 hours എടുത്ത് മേക്കപ്പ് ചെയ്യാൻ. എന്നിട്ട് വെരി എക്സൈറ്റഡ്. പക്ഷെ ഒരു കാല് വെക്കാൻ പറ്റുന്നില്ല പുറത്തോട്ട്. രാത്രിയാണ്, പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഒരു 7 മണി 8 മണി ആയി മേക്കപ്പ് ചെയ്തിട്ട്. അപ്പോ ഇറങ്ങിയിട്ട് നടക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരാൾ പിടിച്ചാണ് കൊണ്ടുപോയത്. അപ്പം ഇരുട്ടായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് പരതിയൊക്കെ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ പോയി നിന്ന് പിന്നെ ആ ലൊക്കേഷന്റെ അവിടെ ആ സ്പോട്ടിൽ എത്തിയിട്ട് ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ഇതെന്താണ് പരിപാടി ഓക്കെ എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ഇപ്പം നരേറ്റ് ചെയ്തിരിക്കുന്ന സീൻസ് ചെയ്യണം, ഇപ്പൊ നടക്കാനേ പറ്റുന്നില്ല. അപ്പൊ നരേറ്റ് ചെയ്തിരിക്കുന്ന സീൻസ് എന്ന് പറഞ്ഞാൽ പുള്ളി പടക്കം പൊട്ടിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ആ ഷോട്ട് എടുത്തു. ആ ഷോട്ടിന്റെ സമയമായപ്പോഴത്തേക്കും ഇത്തിരി യൂസ്ഡ് ഒക്കെ ആയി. അതിന്റെ ആ ഒരു ഈ ബാലൻസ് നമുക്ക് എങ്ങനെ അത് ജസ്റ്റ് ഗെറ്റ് യൂസ് ടു ഇറ്റ്, ദാറ്റ്സ് ഓൾ. എന്നുവെച്ചാൽ പ്രതീക്ഷ അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, ടു ബി ഓണസ്റ്റ്. ഇത് ആ സാധനം അങ്ങ് കിട്ടിക്കഴിഞ്ഞ് പിന്നെ ശരിയായി. പിന്നെ അത് കഴിഞ്ഞ് കോതമംഗലത്ത് കഴിഞ്ഞിട്ട് ആ ഒരൊറ്റ ഷോട്ട് എടുത്തു. ദെൻ ഐ തിങ്ക് ആഫ്റ്റർ 1 or 2 weeks ആണ് ലൊക്കേഷൻ ട്രിവാൻഡ്രത്തിലോട്ട് ഷിഫ്റ്റ് ആവുന്നത്. ഇപ്പൊ ഈ 5 and 6 കംപ്ലീറ്റ്ലി ട്രിവാൻഡ്രം ആയിരുന്നു, രമണി നമ്മളൊക്കെ. അപ്പോ അവിടെ വന്നിട്ട് പിന്നെ സെന്റർ തിയേറ്ററിലായിരുന്നു ഉണ്ണിയുടെ ഇൻട്രൊഡക്ഷൻ സീൻ എടുക്കുന്നത്. അന്ന് ഇതേപോലെ കണ്ണൊക്കെ ലൈക്ക് ലെൻസ് ഒക്കെ വെച്ച് പ്രോപ്പർലി പടക്കവും അത് ഇതൊക്കെ വെച്ച്. ആൻഡ് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ കൈ പൊള്ളിപ്പോയി. ഈ പടക്കം പിടിച്ചിട്ട് കൈ ഇങ്ങനെ ജസ്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ മരുന്നുണ്ടായിരുന്നു ആ നൂലില്.
അപ്പൊ ആ മരുന്ന് നൂലിൽ കത്തി കയറിയിട്ട് ഈ ഷോട്ടിൽ കൈ അങ്ങ് പൊള്ളി, ഫസ്റ്റ് ഷോട്ടിൽ തന്നെ. പിന്നെ പക്ഷെ അത് ഭാഗ്യത്തിന് അത് കാര്യമായിട്ട് ഭയങ്കര ലൈക്ക് സീരിയസ് ഇഞ്ചുറി ഒന്നും വന്നില്ല. പക്ഷെ സെറ്റിൽ ഫുൾ അത് ഇത്തിരി പ്രശ്നമൊക്കെ ആയി. പിന്നെ കൃഷാന്തും നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അതിനുള്ള വഴക്കൊക്കെ കിട്ടി. പക്ഷേ വി ഇമ്മീഡിയറ്റ്ലി വെൻ ഫോർ റീടേക്ക്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് അടുത്ത ഷോട്ട് എടുക്കാം, പിന്നെ വേദന തോപ്പിക്കുന്നതിന് മുമ്പേ അടുത്ത ഷോട്ട് അങ്ങ് എടുക്കാന്ന് പറഞ്ഞു. പിന്നെ ഇമ്മീഡിയറ്റ്ലി വെൻ ഫോർ ദ നെക്സ്റ്റ് ഷോട്ട് ആൻഡ് വി ഗോട്ട്, ഐ തിങ്ക് വി വെൻ ഫോർ 2 or 3 takes or something. അല്ല, ഒരു ടേക്ക്, മൊത്തം 2 ടേക്ക് ആയിരുന്നു തോന്നുന്നു. അതില് പിന്നെ ഈ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം കിട്ടി. ആ ഇൻട്രോ ചെയ്തോടെയാണ് ഓക്കെ ഇതിന്റെ ഒരു എനർജി രജിസ്റ്ററും എങ്ങനെയായിരിക്കാം, ഇയാളുടെ എനർജി ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായത് അത് ചെയ്തപ്പോഴാണ്. അങ്ങനെ ചെയ്ത് പിന്നെ കൃഷാന്ത് ഹാപ്പി ആയിരുന്നു. സോ വി ബോത്ത് ഓഫ് us started like seeing what കൃഷാന്ത് had conceived, and നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് ആ ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ കണ്ടു തുടങ്ങി. ആൻഡ് അവിടുന്ന് പിന്നെ ബാക്കി സീൻസ് എല്ലാം ചെയ്തു തുടങ്ങി. അപ്പൊ കണ്ണിന്റെ ലൈക്ക് ഭയങ്കര ലൈക്ക് ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ ഇറ്റ് വാസ് നോട്ട് വെരി ഡിഫിക്കൾട്ട് ഓൾസോ. വലിയ എന്ന് വെച്ചാൽ അതങ്ങനെ വിഷൻ ഇപ്പൊ ഒരു കണ്ണ് പോകുമ്പോഴും യു ക്യാൻ സ്റ്റിൽ സീ. വി ആർ നോട്ട് ഗോയിങ് ബ്ലൈൻഡ് ഓർ എനിത്തിങ്. ഉള്ള സാധനം ഉണ്ട്, പക്ഷെ ഒരു ബ്ലർ ഉണ്ട് മൊത്തത്തിൽ. ഒരു ഫുൾ പെർസ്പെക്റ്റീവ് കിട്ടത്തില്ല. പക്ഷെ നമുക്ക് ഈ അടുത്തുള്ള കാര്യങ്ങളും ഇപ്പൊ സീൻസിലൊക്കെ ചെയ്യാനുള്ളതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. പിന്നെ ഒരുപാട് എനർജി എക്സേർട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഇങ്ങനെ കിളി പോവും, അങ്ങനെയൊക്കെ ആവും. അങ്ങനെ വൺ ഓഫ് ദോസ് ഡേയ്സ് ഐ റിമെമ്പർ നമ്മള് ക്രിസ്മസ് കരോളുടെ സീൻ ഷൂട്ട് ചെയ്തു. അതായത് പൂക്കട വത്സനെ കൊല്ലുന്ന സീൻ ഷൂട്ട് ചെയ്യുന്ന ദിവസം. അപ്പൊ ഞാൻ അന്ന് ജസ്റ്റ് ഈ ലെൻസ് വെച്ച് ഒന്ന് ക്യാരക്ടർ പിടിക്കാൻ വേണ്ടി ഈ ലെൻസ് വെച്ച് ഫുൾ ഡേ അങ്ങ് നടന്നു. അപ്പം ഒരു ഉച്ചയ്ക്ക് സെറ്റിലെത്തി ഞാൻ ലെൻസ് വെച്ചിട്ട് ഞാൻ അർഷാദയ്ക്ക് അടുത്ത് പറഞ്ഞു, അർഷാദയ്ക്ക് ഇന്ന് വേണ്ട, ഇന്ന് മാറ്റണ്ട, കുറച്ചു നേരം ഇത് പോട്ടെ, ഞാൻ വെച്ചോണ്ട് അങ്ങ് നടക്കാം, എങ്ങനെ ഇരിക്കുമെന്ന്. ഐ ഓൾസോ വാണ്ടഡ് ടു ഫീൽ ഇറ്റ്, ഈ വിഷനിൽ ഇങ്ങനെ നടക്കാന്ന്. അന്ന് നമ്മൾ പിന്നെ അവിടുന്ന് നമ്മൾ ആറ്റുകാല് പോയി ഷൂട്ട് ചെയ്തു. ഈ മറ്റേ ഓമിനി ഓടിപ്പോകുന്ന ഷോട്ടൊക്കെ ഉണ്ടല്ലോ, ഇയാൾ വന്ന് ചേസ് ചെയ്ത് ഇയാൾ നിർത്താതെ ഓടി അങ്ങ് പോകും. ആ ഷോട്ട് എടുത്തു. പിന്നെ തിരിച്ചു വന്ന് ഹക്കീമിനെ കൊല്ലുന്ന സീനും ഇയാൾ ഇവരുടെ പുറകെ ഇറങ്ങി ഓടുന്നതും അതൊക്കെ എടപ്പഴിനിയിലൊരു വീട്ടിലായിരുന്നു അതൊക്കെ എടുത്തത്. ഇപ്പൊ അന്നൊരു ലോങ് ഡേ ഓഫ് ഷൂട്ടായിരുന്നു. അപ്പം ഒരു വൈകിട്ട് ഒരു 5 മണിക്ക് റെഡിയായി, മേക്കപ്പ് ചെയ്ത് റെഡി ആയിട്ടുള്ള ഞാൻ ഒരു രാവിലെ ഒരു 6 o'clock വരെ ഈ ലെൻസ് ഊരാതെ അങ്ങനെ തന്നെ ഇരുന്നു, ലെൻസ് മാറ്റാതെ. എന്നിട്ടൊരു 6 മണിക്കാണ് നമ്മൾ പാക്കപ്പായി തിരിച്ചു പോകുന്നത്. അപ്പം ഞാനും ഉണ്ട്, എനിക്ക് തോന്നുന്നു ശ്രീനാഥും ഉണ്ട്. ശ്രീനാഥും ഞാനും കൂടെ രാവിലെ നമ്മള് പുട്ട് കഴിക്കാനായിട്ട് പോയി. ബിക്കോസ് ഇറ്റ് വാസ് ലൈക്ക് പാക്കപ്പ് ആയപ്പോഴത്തേക്കും 6 മണിയായി. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരുമിച്ച് പോയി. അങ്ങനെ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ലെൻസ് ഒക്കെ ഊരിയപ്പോഴത്തേക്കും എനിക്ക് കണ്ണിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയും നേരം ലെൻസ് വെച്ചപ്പോഴത്തേക്കും ഈ വഴിയിലെ സ്ട്രീറ്റ് ലൈറ്റ്സിനൊക്കെ ഒരു ഹേലോ പോലെ വരാനും, അപ്പൊ എതിരെ വരുന്ന വണ്ടികളും എല്ലാം ഇത്തിരി ഡ്രൈവിംഗ് ഇത്തിരി ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. പിന്നെ ഞാൻ ഇത്തിരി ഒന്ന് നിർത്തി കണ്ണ് കുറച്ചു നേരം അടച്ചു വെച്ചു. ഞാൻ കണ്ണ് കുറച്ച് ഡ്രൈ ആയി പോവും അങ്ങനെയൊക്കെ. അപ്പൊ ബേസിക്കലി അത് ഡ്രൈനെസ് കാരണം പറ്റുന്നതാണെന്നാണ് ഞാൻ പിന്നെ മനസ്സിലാക്കിയത്. പിന്നെ അതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ഷോർട്ട് ദിവസങ്ങളൊക്കെ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഷോർട്ടിന്റെ സമയത്ത് മാത്രം ലെൻസ് വെക്കും, അല്ലാത്തപ്പം ഊരും. ആൻഡ് അർഷാദിക വാസ് വെരി പേഷ്യന്റ് വിത്ത് മീ. എപ്പോഴും ഷോർട്ടിന്റെ സമയമാകുമ്പോൾ വെക്കും. ഇനി കുറച്ചു നേരം ഗ്യാപ്പ്, ഒരു അരമണിക്കൂറിൽ കൂടുതലൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മളപ്പോ തന്നെ ആശാദിക്ക് തന്നെ ഇങ്ങോട്ട് വന്ന് പറയാം, അപ്പൊ നമുക്ക് ഊരി വെക്കാം അല്ലേ എന്ന് പറഞ്ഞ് ഊരി വെച്ച് നമ്മൾ ലിക്വിഡ് ഒക്കെ ഒഴിച്ച് അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. ബട്ട് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ലൈക്ക് ശരിക്കും ഒരു ഭാഗ്യം തന്നെയാണ്. ഭയങ്കര ഐ ഹാഡ് സോ മച്ച് ഫൺ. ആൻഡ് ഇന്നത് സ്ക്രീനിൽ കാണുമ്പോൾ ഐ ഫീൽ വെരി happy also, and Krishant is also very happy with my work, which makes me even more happy. അങ്ങനെ പിന്നെ ഐ ഹവ് പ്രിപ്പയർഡ് ഫോർ ദ റോൾ ഓൾസോ. ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞത് കാസ്റ്റ് ചെയ്തിട്ട് ഒരു 3 മാസം കഴിഞ്ഞ്, ഐ തിങ്ക് നവംബറിൽ കാസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ എന്റെ ഷൂട്ട് വരുന്നത് മാർച്ചിലാണ്, ഫുൾ മന്ത് ഓഫ് ഏപ്രിലാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പൊ അത്രയും സമയമുണ്ട്. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ വർക്ക്ഔട്ട് അല്ലെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് ഈ സ്റ്റാമിന ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓടാൻ പോവുകയും ഡെയിലി സ്റ്റേഡിയത്ത് ഓടാൻ പോവും. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്, പോൾ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഡാൻസ് സ്റ്റുഡിയോയിൽ രതീഷ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ട്, കൊറിയോഗ്രാഫർ കം ഡാൻസർ ആണ് പുള്ളി. അപ്പോൾ ഞാൻ രതീഷിനെ ജസ്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്, എനിക്ക് കുറച്ച് സിനിമാറ്റിക് ഡാൻസും പരിപാടി. എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഒരിക്കലും അത് പെർസ്യൂ ചെയ്തിട്ടില്ല. ഡാൻസ് കളിക്കാൻ പറ്റും, ഒരു സെൻസ് ഓഫ് റിതമും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്, പക്ഷെ ഐ നെവർ പെർസ്യൂഡ് ഡാൻസിങ് ഓർ എനിത്തിങ്. അങ്ങനെ സ്കൂളിലൊക്കെ 1-2 തവണ കളിച്ചും കോളേജിൽ ഒരു തവണ കളിച്ചൊക്കെ അല്ലാതെ അതൊക്കെ ഇങ്ങനെ മറ്റേ റെക്രിയേഷണൽ ആയിട്ടൊക്കെ കളിച്ചാണ്, അല്ലാതെ കാര്യമായിട്ടൊരു ഡാൻസ് ലൈക്ക് പെർഫെക്റ്റ് ആക്കാനും മാത്രം അങ്ങനെ ഒരു മൈൻഡിൽ കളിച്ചിട്ടില്ല. അപ്പൊ ഈ രതീഷിനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സാധനമുണ്ട്,
എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഡെയിലി ഐ യൂസ് ടു ഗോ ടു ഹിം. അപ്പോൾ അവന്റെ രതീഷിന്റെ സ്റ്റുഡിയോയിൽ പോയി ഒരു മണിക്കൂർ രതീഷ് എന്റെ കൂടെ സ്പെൻഡ് ചെയ്യും. എന്നിട്ട് രതീഷ് എനിക്ക് ഇങ്ങനെ ഒരു 10 seconds 20 seconds ഉള്ള അല്ല സോറി 1 minute 2 minutes ഉള്ള ചെറിയ ചെറിയ കോറിയോഗ്രഫി പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ എല്ലാ പാട്ടും ഇങ്ങനെ പല പല പാട്ട്, സംടൈംസ് മൈക്കിൾ ജാക്സൺ, പ്രഭുദേവ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ കോറിയോഗ്രഫി ഒരു 20-25 സെക്കൻഡോളം വരുന്ന കൊച്ചു കൊച്ചു കോറിയോഗ്രഫി ഡെയിലി പഠിക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ പഠിച്ച് അങ്ങനെയാണ് അതിൽ നിന്നാണ് ഒരുപാട് മൂമെന്റ്സ്. ഇപ്പൊ ഫ്യൂണറൽ സീനിൽ ഞാൻ ഡാൻസ് കളിക്കുന്ന ആ ഡാൻസ് തുടങ്ങുന്നത് ഇങ്ങനെ കാലിൽ നിന്നാണ് ഇങ്ങനെ തുടങ്ങുന്നത്. അതിന്റെ മൂവ്മെന്റ് കാലിങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് പിന്നെയാണ് അത് ദേഹത്തോട്ട് കയറുന്നത്. അത് ഈ രതീഷ് തന്ന ഒരു ഐഡിയ ആയിരുന്നു. വേണമെങ്കിൽ യു കുഡ് ഡു ദിസ്, ഇങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഞാൻ രതീഷിന്റെ കയ്യിൽ പഠിച്ചിട്ടാ പോയി. ഐ വെന്റ് ടു രതീഷ് സോ ദാറ്റ് ഷൂട്ടിന്റെ സമയത്ത് ഒരു കോറിയോഗ്രാഫർ ഉണ്ടെങ്കിൽ വന്ന് പുള്ളി പഠിപ്പിച്ചു തരുന്ന സാധനങ്ങൾ പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാം. സോ ദാറ്റ് നമ്മൾ ലൊക്കേഷനിൽ നിന്ന് ഒരുപാട് വേർക്കേണ്ടി വരൂലല്ലോ. ലൈക്ക് നമ്മൾ ഡാൻസ് പഠിക്കാനായിട്ട് സെറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഞാൻ ഒരു ഫോർത്തോട്ട് ഉണ്ടായിട്ട് ഞാൻ ഇത് ജസ്റ്റ് റെഡി ആയിട്ടിരിക്കാം, ഡാൻസ് ഒന്ന് ശരീരത്തിൽ കയറ്റി വെച്ചേക്കാം, സോ ദാറ്റ് പുതിയ പുതിയ ലെസൺസ് ഒക്കെ വരുമ്പോൾ അങ്ങ് പഠിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫ്യൂണറൽ സീനിലെ ഡാൻസും അതൊക്കെ രതീഷ് പഠിപ്പിച്ച സ്റ്റെപ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയി. പിന്നെ തട്ടുകട സീനിലും ഇയാൾ ഈ സിഗരറ്റ് വായിലോട്ട് വെച്ചിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഒരു സാധനം ഇങ്ങനെ ചെയ്ത് അത് തുടങ്ങുന്നതും അതൊക്കെ രതീഷ് പഠിപ്പിച്ച ഒരു കോറിയോഗ്രഫിയിലെ സ്റ്റെപ്പാണ്. പിന്നെ അതിങ്ങനെ ആ തുടക്കം മാത്രം അങ്ങനെ വെച്ചിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും അവിടുന്ന് ഞാൻ കണക്ട് ചെയ്ത് എന്തെങ്കിലും എങ്ങോട്ടെങ്കിലും ഞാൻ പോവായിരുന്നു. സോ അപ്പൊ അങ്ങനെ കുറെ പോയിന്റ്സ് കിട്ടിയായിരുന്നു ഇത്. അപ്പം ഇറ്റ് വാസ് ഐ തിങ്ക് ഒരു ക്ലെവർ ചോയ്സ് ആയിരുന്നു ടു ഗോ ആൻഡ് ലൈക്ക് കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ. ആൻഡ് പിന്നെ ഐ ഓൾസോ തോട്ട് ഈ ഷൂട്ടിങ്ങിന്റെ ഷെഡ്യൂളിന്റെ ലാസ്റ്റ് ആണ് ഈ 5ഉം 6ഉം എപ്പിസോഡും വരുന്നത്. അപ്പൊ എനിക്ക് എന്തുകൊണ്ടോ എനിക്ക് തോന്നി ചിലപ്പോ ലാസ്റ്റ് മിനിറ്റും അവര് എത്രയോ ദിവസം ലൈക്ക് ഒരു 60 to 70 days ഷൂട്ട് ചെയ്ത് വരുന്ന ക്രൂ ആണ് പിന്നെ എപ്പിസോഡ് 5 and 6 കയറുന്നത്. അപ്പൊ ചിലപ്പോൾ അവർക്ക് കോറിയോഗ്രാഫറോ കാര്യങ്ങളോ ഒക്കെ അവർക്ക് ചിലപ്പം പറ്റത്തില്ലായിരിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഞാനത് പ്രിപ്പയർ ചെയ്ത് പോയത്. പക്ഷെ അതെന്തുകൊണ്ടും നന്നായി. അപ്പോ ആ തട്ടുകട സീനൊക്കെ എനിക്ക് അതുകൊണ്ട് ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൊമെന്റ്സ് ഓൺ സ്ക്രീൻ. ആൻഡ് അത് ഷൂട്ട് ചെയ്തതും അത് ഭയങ്കര ഒരു ലൈക്ക് അതിൽ കൊളാബറേറ്റ് ചെയ്ത ആർട്ട് ഡയറക്ടർ ഹംസ ആൻഡ് ക്യാമറ ടീമിൽ വിഷ്ണുവിന്റെ ടീമും കൃഷാന്തും ഞാൻ എന്റെ കൂടെ അഭിനയിച്ച മദനൻ, രമേശ് ഏട്ടൻ, ദർശന, അവരെല്ലാരും ചെയ്ത് ആ ദിവസം ഭയങ്കര നല്ലതായിരുന്നു. ആൻഡ് ഒരു മുക്കാൽ മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ ആ സീനിന്റെ ഷൂട്ട്. ലൈക്ക് വൈകുന്നേരം വന്ന് അത് പെട്ടെന്ന് ചെയ്തു, അത് പെട്ടെന്ന് തീർന്നു പരിപാടി. കാരണം ഇത് ഫയർ വർക്ക്സ് ആയി, തട്ടുകട പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ടേക്ക് ഒന്നുമില്ല. അപ്പോ അത് ഭയങ്കര ഭംഗിയായിട്ട് പോയി, നല്ല രസമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ്. ഭയങ്കര ടെൻഷനോടെ വന്നു. ആൻഡ് കൃഷാന്ത് എന്ന് പറഞ്ഞ ഫിലിം മേക്കറിനോട് ഭയങ്കര റെസ്പെക്ട് ആണ്. ഇൻ ദ സെൻസ് ദാറ്റ് ഹി കമ്മ്യൂണിക്കേറ്റ്സ് വെരി ക്ലിയർലി. എന്താ പറയാ, ആ സീനിന്റെ ഷൂട്ടിന് വരുമ്പോ തന്നെ ഞാനും ഇത്തിരി നെർവസ് ആണ്. എന്താണ് ചെയ്യേണ്ട പരിപാടി അറിയില്ല. കാരണം ഈ സീനൊക്കെ ആക്ടിവിറ്റി മാത്രമേ എഴുതിയിട്ടുള്ളൂ. തട്ടുകടയിൽ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉണ്ണി മാറി ഡാൻസ് ചുവടുകൾ വെക്കുന്നു, എന്നിട്ട് പടക്കം വെച്ച് തട്ടുകട കത്തിച്ച് കളയുന്നു. ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോ ശ്രാവണുണ്ട്, ശ്രാവണ സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ട്, ശ്രാവണന്റെ ബോയ്സും ഉണ്ട്, വിഷ്ണു ഉണ്ട്, കൃഷാന്ത് ഉണ്ട്, പിന്നെ നമ്മൾ ആക്ടേഴ്സ് ഉണ്ട്, പിന്നെ ആർട്ട് ടീം ഉണ്ട്, ഹംസ ആൻഡ് ടീം. ദർശന ഈസ് ഓൾസോ ദയർ. ദർശന അവിടെ കാറിൽ ദർശനയുടെ യൂഷ്വൽ സ്വാഗൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ലൈൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്പൊ തന്നെ ഇംപ്രൈസ് ചെയ്തു. നിരഞ്ജുണ്ട്. അങ്ങനെ അപ്പൊ ഞാനിങ്ങനെ വരുമ്പോൾ എന്താണാവോ ചെയ്യാൻ പോണേ അറിഞ്ഞൂടാ. എന്നിട്ട് അവിടെ ഇങ്ങനെ മറ്റേ ഒരു ലെൻസ് ഒക്കെ വെച്ച് ദീപാവലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആ സാധനമൊക്കെ പറയുന്നത് അതെ അതെല്ലാം സ്പോട്ട് ഇംപ്രൂവ് ആണ്. എനിക്ക് തോന്നുന്നു അത് അവര് തന്നെ അപ്പൊ തന്നെ കണ്ടുപിടിച്ച ലൈൻസ് ഒക്കെയാണ്. ഇവന്റെ ദീപാവലി കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് വീട്ടിൽ പോകായിരുന്നു എന്ന് പറയുന്നത്. പിന്നെ ഞാനും നിരഞ്ജുമായിട്ടുള്ള എക്സ്ചേഞ്ച് ഒന്നും നമ്മൾ റിഹേഴ്സ് ചെയ്യുവോ നമ്മൾ ഡിസ്കസ് ചെയ്യുവോ ഒന്നും ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് ലൈക്ക് ആ ഷോട്ടിന്റെ സോ ഐ കം ടു ദ സെറ്റ്, മേക്കപ്പ് ഒക്കെ ഇട്ട് ഞാൻ എത്തി. അപ്പൊ കൃഷാന്തിന്റെ അടുത്ത് ആദ്യം എന്ന് പറയുന്നത് ലൈക്ക് ഹീസ് വെരി ഓണസ്റ്റ് അബൌട്ട് എവറിഥിങ്. സോ കൃഷാന്തിന്റെ അടുത്ത് ആദ്യം മാൻ എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല, പക്ഷെ നമുക്ക് ചെയ്തു നോക്കാം. ഇതൊക്കെ ആ സ്ക്രിപ്റ്റിൽ എഴുതിയ സാധനമാണ് എന്റെ തലയിലും ഉള്ളത്. സോ ലെറ്റ്സ് ലൈക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ മാൻ നോക്കാം. അപ്പൊ ഭയങ്കര കോൺഫിഡൻസ് ആ. സോ ഇമീഡിയറ്റ്ലി യു ബിക്കം ദാറ്റ് കൊളാബറേറ്റർ. സോ ഇറ്റ് ബിക്കംസ് ടീം വർക്ക്. അപ്പൊ പിന്നെ നമ്മൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പം അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ശ്രാവണൻ ഞാനും കൃഷ്ണാന്തും കൂടെ ഡിസ്കസ് ചെയ്ത് ഇവിടുന്ന്
പടക്കത്തിന്റെ ചുരുള് അതിങ്ങനെ വലിയൊരു സാധനമുണ്ട്, അത് ചുരുളെടുത്ത് അതിന്റെ അടിയിൽ തട്ടിൽ വെച്ചേക്കാം. അപ്പൊ ശ്രാവണിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മൾ അതൊരു ഒരു ജസ്റ്റ് ഒരു റഫ് റൺ അടിച്ചു നോക്കി. ജസ്റ്റ് ഈ കൈ എഴുതിയിട്ട് വന്ന് നിരഞ്ജന്റെ അടുത്ത് ചുമ്മാ എന്തോ സംസാരം. അപ്പം നിരഞ്ജന്റെ അടുത്ത് പറഞ്ഞതും നിരഞ്ജൻ എന്റെ അടുത്തും പറഞ്ഞ ഡയലോഗ്സ് തന്നെയാണ്. നമ്മൾ അത് ചർച്ച ചെയ്യുവോ ഒന്നും ചെയ്തിട്ടില്ല, അത് നേരത്തെ എഴുതിയിട്ടുള്ളതല്ല. ഇറ്റ് ജസ്റ്റ് കെയിം ദയർ. ലൈക്ക് ഇങ്ങനെ നല്ല വിഷയം, ഓംലെറ്റ് കൊള്ളാം, വിഷയ സാധനം. എത്ര മണി വരെ ഉണ്ട് ഇവിടെ? 1 മണി വരെ. 1 മണി വരെ പോകല്ലേ? പൈസ വേണ്ടേ? സാറ് തരുമല്ലോ. സാറ് അണ്ണാ ഇവന്മാര് ബഹുമാനിച്ച് കൊല്ലും. ഇതൊക്കെ അങ്ങനെ വന്നതാ. ഇറ്റ് ഇസ് നോട്ട് സ്ക്രിപ്റ്റഡ് ഓർ എനിത്തിങ്. ദാറ്റ് വാസ് ഓൾസോ. ആൻഡ് എല്ലാരും അപ്പം ആ ലീഡറിന്റെ ക്വാളിറ്റി ആണെന്ന് തോന്നുന്നു. എല്ലാവരുടെയും ലൈക്ക് ദേ പ്ലേ ദെയർ പാർട്ട് വെരി വെൽ. എന്നുവെച്ചാൽ വാട്ട് എവർ ഇസ് ദെയർ ഇസ് ദെയർ. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ എല്ലാവരും കൂടെ തന്നെ അത് ഡീൽ ചെയ്യുമെന്നുള്ള ഒരു ധൈര്യം ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു കളക്റ്റീവ് കറേജ് പോലെ ഒരു സാധനം. അപ്പൊ ഈ തട്ടുകട സീൻ ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. ആൻഡ് ഇൻ ലൈക്ക് അത് കഴിഞ്ഞിട്ട് 3/4 മണിക്കൂർ ആയപ്പോഴത്തേക്കും ഈ ഷോട്ട് കഴിഞ്ഞു, ആ സീൻ തീർന്നു. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിങ്ങനെ തട്ടുകട ഒരാൾ വരുന്നു, തട്ടുകട എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ വലിയ സീനൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത് മേ ബി ഇന്ന് രാത്രി 12 മണി വരെ പോവും എന്നൊക്കെ ആയിരിക്കും. ഒന്നുമില്ല, ഒരു 10 മണിയോടെയൊക്കെ കംപ്ലീറ്റ് തീർന്ന് എല്ലാവരും വീട്ടിൽ പോയി. അങ്ങനെ നല്ല രസമായിരുന്നു. വെരി വെരി ബ്യൂട്ടിഫുൾ. തെന്നിന്ത്യൻ സിനിമയെ കിളികളാ കളിപ്പിച്ച സൂപ്പർ സ്റ്റാർ വിക്രമനിധ സെപ്റ്റംബർ 6-ാം തീയതി 7-ാം തീയതി JT പാക്കിൽ തൃപ്പൂണിത്തറയിൽ ബൈ ബൈ ബൈപാസ് നാടകം പോയി കാണുക. Tickets on Buffer ഒരു 6-7 സ്റ്റേജസ് ആയില്ലേ ബൈ ബൈ ബൈപാസ്? ബൈ ബൈ ബൈപാസ് വി ജസ്റ്റ് കംപ്ലീറ്റഡ് അവർ 11th ഷോ. നമ്മള് കൊച്ചിയിൽ 10 ഷോ ചെയ്തു. പിന്നെ ഒരെണ്ണം ഫസ്റ്റ് ഷോ ഔട്ട്സൈഡ് കേരള, ബാംഗ്ലൂർ ഒരെണ്ണം ചെയ്തായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ ബൈ ബൈ ബൈപാസ് ഇപ്പൊ ഒരു നല്ല ബ്യൂട്ടിഫുൾ ജേർണി ആയിട്ട്. എല്ലാവർക്കും ഒരേ ക്യാരക്ടർ ആണോ ചെയ്തത്, ഓർ യു ആർ ഷഫ്ലിംഗ് ക്യാരക്ടേഴ്സ്? ഞാൻ ആക്ച്വലി അതില് 2 ക്യാരക്ടേഴ്സ് ആണ് എനിക്ക് അറിയാവുന്നത്. പക്ഷെ നന്ദു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ബൈ ബൈ ബൈപാസിലെ 4 പിള്ളേരിൽ ഒരാള്. അത് ഞാൻ പെർഫോം ചെയ്തിട്ടില്ല ഇതുവരെ. ബിക്കോസ് എനിക്കത് ചെറിയ അവൈലബിലിറ്റി ഇഷ്യൂ ഒക്കെ കാരണം എനിക്ക് എന്റെ ലുക്ക് ഒന്നും മാറ്റാൻ പറ്റാത്ത കാരണം ഞാനത് ലൈക്ക് അത് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും വരും. അപ്പൊ എനിക്ക് താടി പഠിക്കാൻ പറ്റത്തില്ല എന്ന് വരും. അങ്ങനെ പിന്നെ നമ്മൾ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് വേണ്ട ഞാൻ ഇത്തവണ ചെയ്യുന്നില്ല എന്ന് പറയും. എന്നിട്ട് ഞാൻ പക്ഷെ നാടകത്തോട് അടുക്കുമ്പോൾ ആ ഡേറ്റ് എടുക്കുമ്പോഴത്തേക്കും എന്റെ ആ വന്ന വർക്കും പോയിട്ടുണ്ടാവും, ഞാൻ ഫ്രീയും ആവും. അപ്പൊ അങ്ങനെ പക്ഷെ നമ്മൾ ആ പ്ലേ ഉണ്ടാക്കിയ സമയത്ത് കുറെ ക്യാരക്ടർ ഫൈൻഡ് ചെയ്യാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് എപ്പോഴെങ്കിലും ചെയ്യണം. അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഈ നന്ദു എന്ന് പറയുന്നതും പിന്നെ കൊച്ചുകുട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അത് ഞാനും പിന്നെ രാജേഷും നമ്മൾ മാറി മാറിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഹോപ്പ്ഫുള്ളി വരുന്ന കളികളിൽ നന്ദു എന്ന് പറയുന്ന ക്യാരക്ടറും കൂടെ ചെയ്യാൻ നോക്കണം. പിന്നെ അല്ലാതെ അതിൻ്റെ അകത്ത് കുറെ പാസ ബൈ ക്യാരക്ടേഴ്സും അതെല്ലാം ഇങ്ങനെ ബസ് കണ്ടക്ടർ പിന്നെ വഴിപോക്കന്മാര് 3 പേരുണ്ട്. അപ്പോ അതൊക്കെ നമ്മൾ തന്നെ ബൈ ബൈ ബൈപാസിൽ പിന്നെ എല്ലാ ആക്ടേഴ്സും ആക്ച്വലി മൾട്ടിപ്പിൾ എക്സെപ്റ്റ് ഫോർ ദ കസിൻസ് ബാക്കി ആക്ടേഴ്സ് എല്ലാവരും മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോ വൈശാഖ് എന്ന് പറയുന്ന ആക്ടർ അതിൻ്റെ അകത്ത് അച്ചാച്ചനായിട്ടും പിന്നെ അപ്പുറത്തെ ഗ്രൗണ്ടിൽ കളിക്കാൻ വരുന്ന രവിചേട്ടനായിട്ടും പിന്നെ സർവേ ഉദ്യോഗസ്ഥനായിട്ടും മറ്റേ മുത്തി എന്നൊക്കെ വിളിച്ചുകൊണ്ട് വരുന്ന ഒരു പാലക്കാടൻ ഒരു സർവേ ഉദ്യോഗസ്ഥനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ സൽമാൻ വക്കീലായിട്ടും സർവേ ഉദ്യോഗസ്ഥനായിട്ടും വരുന്നുണ്ട്. ശാന്തിയും ലിയോണയും അവര് തെയ്യാമ്മയായിട്ടും പിന്നെ നന്ദു എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ അമ്മയായിട്ടും അല്പം എല്ലാവരും ഇങ്ങനെ. എനിക്ക് തോന്നുന്നു നിൽജ ആൻഡ് ദ കസിൻസ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ഓർക്കുമ്പോ നിൽജ ആൻഡ് ദ കസിൻസ് അവര് മാത്രമാണ് ഒറ്റ ക്യാരക്ടർ പ്ലേ ചെയ്ത് അങ്ങനെ അങ്ങ് പോകുന്നത്. ബാക്കി എല്ലാവരും പല 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 വേഷങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര ഫണ്ണാണ്, നല്ല രസമാണ്. How did you come into the pictures? ബൈ ബൈ ബൈപാസ് ആണെങ്കിലും ഇപ്പോ നല്ലൊരു സംഘമാണെങ്കിലും എങ്ങനെയാണ്? ഐ നോ യു ഓൾ നോ ഈച്ച് അതർ സിൻസ് ലോങ്. ഇപ്പൊ കഴിഞ്ഞ സീസണിലാണെങ്കിൽ ദേവിക വാസ് ഓൾസോ ദേർ ഇൻ ദ പുരുഷപ്രേതത്തിലല്ലേ? ഐ തിങ്ക് ഷി വാസ് അതെ ദേർ. അതെ 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 യെസ് 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 യെസ്. ദേവകി ദേവു എന്റെ പാർട്ട്ണറാണ്. അപ്പോ ഞാനിപ്പോ കൃഷാന്തനെ ഞാൻ പരിചയപ്പെടുന്നത് ദേവു വഴിയാണ്. അപ്പോ ദേവും കൃഷാന്തും ഫ്രണ്ട്സ് ആയിരുന്നു. അവര് കൃഷാന്ത് സ്ലീപ്ലെസ് ലിയോസും പിന്നെ ദേവുവിന്റെ ലൈക്ക് ഒരു റോഡ് റാഷ് എന്ന് പറയുന്ന സീരീസ് ഒക്കെ ആണെന്ന് തോന്നുന്നു. അപ്പൊ അതൊക്കെ കൃഷാന്ത് കണ്ടിട്ട് ഹി ഗോട്ട് ഇൻ ടച്ച് വിത്ത് ഹർ ആൻഡ് ദേ വർ ഗുഡ് ഫ്രണ്ട്സ്. അങ്ങനെ ഒരു പുരുഷപ്രേതം ചെയ്ത് അതിന്റെ പ്രൊമോഷൻ എങ്ങാണ്ടോ നടക്കുമ്പോൾ ഞാൻ ദേവുവിനെ പിക്ക് ചെയ്യാൻ എങ്ങാണ്ടോ പോയി. അങ്ങനെയാണ് ഞാൻ കൃഷാന്തിനെ മീറ്റ് ചെയ്യുന്നത്. പിന്നെ ഐ ബിൻ ഇൻ ടച്ച് ലൈക്ക് കൃഷാന്തുമായിട്ട് അങ്ങനെ ഭയങ്കര ഒരു ലൈക്ക് അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല. പക്ഷെ വി ഓൾവേസ് ബിൻ ഇൻ ലൈക്ക് ഇങ്ങനെ സ്റ്റോറി കാണുകയും അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്റെ ഒരു ഷോർട്ട് ഫിലിമിന്റെ
സാധനം ഞാൻ ഷെയർ ചെയ്തിരുന്നപ്പോഴത്തേക്കും കൃഷാന്ത് അത് കണ്ടിട്ട് മാൻ ഇത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഫിലിം മേക്കർ ആരാന്നൊക്കെ ചോദിച്ചു. നമ്മൾ ജസ്റ്റ് സംസാരിച്ചു. ആൻഡ് മേ ബി ആൻ ഇയർ സോ ആഫ്റ്റർ ദാറ്റ് ആണ് ഈ പടക്ക ഉണ്ണിയിലോട്ട് കൃഷാന്ത് തന്നെ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെയാണ് 4 സംഘത്തിൽ ഞാൻ എത്തിപ്പെട്ടെ. ബൈ ബൈ ബൈപ്പാസിലെ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ദർശനയും വർഷങ്ങളായിട്ട് ഫ്രണ്ട്സാണ്. നമ്മൾ പണ്ടൊരു ലൈക്ക് 10-12 ഇയേഴ്സ് ബാക്ക് നമ്മൾ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട ത്രൂ എ കോമൺ ഫ്രണ്ട്. അപ്പോ പിന്നെ നമ്മൾ അന്യോന്യം ഫേസ്ബുക്കിൽ നമ്മുടെ ജേർണി ഒക്കെ കാണുന്നുണ്ട്. ദർശന വാസ് ഡൂയിങ് തിയേറ്റർ ഇൻ മദ്രാസ്, പിന്നെ സ്ലോലി ഷീ ഗോട്ട് ഇൻ ടു ഫിലിംസ് ആൻഡ് ഷീസ് എ സിംഗർ ഓൾസോ. ആൻഡ് ദർശന പേർച്ചിന്റെയും അങ്ങനെ ഒരുപാട് നല്ല ഗ്രൂപ്പ്സിന്റെ കൂടെ തിയേറ്റർ ചെയ്യുന്നത് കാണുന്നുണ്ട്. പാരലലി എനിക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു. ഐ സ്റ്റാർട്ടഡ് ഓഫ് ആസ് എ സിംഗർ. എനിക്ക് വിദ്വാൻ എന്ന് പറഞ്ഞൊരു ബാൻഡിലെ വോക്കലിസ്റ്റ് ആയിരുന്നു ഞാൻ. അപ്പൊ വിദ്വാന്റെ അപ്പം അവളും ഇതൊക്കെ കാണുന്നുണ്ട്, എന്റെ ജേർണിയും നമ്മൾ പരസ്പരം. പക്ഷെ വി വർ നോട്ട് ലൈക്ക് വെരി ക്ലോസ് ഫ്രണ്ട്സ് ഓർ എനിത്തിങ്, ജസ്റ്റ് ഇങ്ങനെ അക്വൈന്റൻസസ് പോലെ ആയിരുന്നു. ഷീ വാസ് ഇൻ മദ്രാസ്. അപ്പൊ നമ്മൾ വി യൂസ് ടു സ്റ്റേ ഇൻ ടച്ച് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു കമ്മട്ടിപ്പാടത്തില് പറ പാടുമ്പോഴും പിന്നെ വിദ്വാന്റെ 1-2 പാട്ടൊക്കെ കേൾക്കുമ്പോഴൊക്കെ ദർശന എന്നെ മെസ്സേജ് ചെയ്യുന്ന ദിസ് ഇസ് റിയലി ഗുഡ് സ്റ്റഫ് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിന്നെ ലൈക്ക് അവളുടെ സിനിമ ഇറങ്ങുമ്പോൾ ഞാനും ഇതേപോലെ കൊള്ളാം, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവര് വെരി നോർമൽ ഫാമിലി എന്ന് പറഞ്ഞൊരു നാടകം റോഷൻ ചെയ്തു. അപ്പൊ അത് ഞാൻ കാണാനൊക്കെ പോയി. അങ്ങനെ എന്നിട്ട് ഐ വെന്റ് ആൻഡ് മെറ്റ് ഹർ ആൻഡ് ഓൾ. നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഐ തിങ്ക് ഈ വെരി നോർമൽ ഫാമിലി കാണാൻ പോകുമ്പോഴാണ് ദർശനമായിട്ട് ആദ്യമായിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതിനു മുമ്പ് നമ്മൾ ഇവിടെ ഒരു നാടകം ചെയ്തപ്പോൾ നമുക്കൊരു ആക്ട്രസ് വേണമായിരുന്നു. അങ്ങനെ ഞാൻ ദർശനെ കോൺടാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പൊ ദർശന ഇത് ട്രാവലും കാര്യങ്ങളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ വെരി നോർമൽ ഫാമിലി കാണാൻ പോയി. അവിടെ വെച്ച് ദർശനെ കണ്ടു, റോഷനെ കണ്ടു. അങ്ങനെ ഇരിക്കെ വെരി നോർമൽ ഫാമിലി കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഒരു പ്ലേയും കൂടെ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ അതിനു വേണ്ടി ദർശന എന്നെ സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ആ ടീമിൽ പോയി. വി വർക്ക് ഫോർ എ വീക്ക് ഓർ സംതിങ്, ഒരു വർക്ക്ഷോപ്പ് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും അങ്ങനെ കുറെ ആക്ടേഴ്സ്, ഇപ്പൊ വൈശാഖ്, നിൽജ, ശ്യാം, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ശ്യാമിനെ എനിക്ക് അല്ലാതെയും അറിയാം. അങ്ങനെ ആ ഗ്രൂപ്പിന്റെ കൂടെ നമ്മൾ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അന്ന് എനിക്കൊരു താരാമണ്ഡൽ എന്ന് പറഞ്ഞിട്ടൊരു നമ്മളൊരു പ്ലേ ചെയ്യാനായിട്ട് നമ്മളിരിക്കുകയും. പക്ഷെ അപ്പോഴാണ് കോവിഡ് ഹിറ്റ് ചെയ്തത്. കോവിഡ് വന്നു. പിന്നെ അപ്പൊ ആ പ്ലേയുടെ പ്രോസസ്സ് എന്തുകൊണ്ടോ അത് നിന്നുപോയി. പിന്നെ സി യു സൂൺ, ഈ കോവിഡ് സമയത്ത് സി യു സൂൺ ഇറങ്ങുന്നതോടെ ഇവർ രണ്ടുപേരും ലൈക്ക് സിനിമയിലോട്ട് ലൈക്ക് സാമാന്യം അവരുടെ തിരക്ക് കൂടുകയും അങ്ങനെ അവർ ബിസിയായി. പിന്നെ ഒരു 4-5 ഇയേഴ്സ് പിന്നെ അത് നടന്നില്ല. അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും തിരിച്ചു വന്നു. ഈ സിനിമ കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വീണ്ടും അവർക്ക് നാടകം ചെയ്യണം എന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര ആവേശമാണ്. അപ്പം അവർ വീണ്ടും നാടകം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന കുറച്ച് പേരെയും പിന്നെ അവർ പിന്നെ ആ വഴിയിൽ പരിചയപ്പെട്ട കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് അവർ പരിചയപ്പെട്ട 1-2 പേരെയൊക്കെ അവർ നോക്കി വീണ്ടും നമ്മൾ ഈ ബൈ ബൈ ബൈപ്പാസ് എന്ന് പറഞ്ഞ നാടകത്തിന്റെ പ്രോസസ്സ് തുടങ്ങി. അങ്ങനെയാണ് ഈ ബൈപ്പാസിലോട്ട് എത്തുന്നത്. ദർശനമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു അതും ഒരു ആ ഫ്രണ്ട്ഷിപ്പ് ഒരു നല്ല ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ ആക്ച്വലി വി ഹാഡ് ബീൻ ഇൻ ടച്ച്. ലൈക്ക് നമ്മൾ പരിചയപ്പെട്ടിട്ട് അന്യോന്യം ജേർണിയുടെ ഒക്കെ വിറ്റ്നസ് ആയിരുന്നു. പക്ഷെ വി ഹാവ് നെവർ വർക്ക് ടുഗെദർ ഒന്നുമില്ല. പക്ഷെ ഇന്ന് നമ്മൾ 2 ലൈക്ക് വെരി സ്പെഷ്യൽ പ്രോജക്ട്സ് നമ്മൾ ഒരുമിച്ച് ചെയ്തിരിക്കും. ഇപ്പൊ 4 സംഘവും അവിടെ നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്യുന്നു, ലൈക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. വി ഹാവ് ലൈക്ക് നമ്മുടെ ഒരു സീനൊക്കെ നമ്മൾ വി വർ സോ ഹാപ്പി വെൻ വി ഡിഡ് ഇറ്റ്. ആ കാറിലെ സീനും അതിന്റെ കോൺവെർസേഷനും അത് കൃഷാന്ത് എഴുതിയ കോൺവെർസേഷൻ ആണ് ആ സാധനം. അപ്പോ അത് അതിന്റെ സ്ലാങ് ഒക്കെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഞാനും ദർശനയും മദനും ചെയ്തിട്ടുള്ള നിതീഷ് എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത്. ഈസ് എ വെരി ബ്രില്യന്റ് ആർട്ടിസ്റ്റ്, നല്ലൊരു നടനാണ്. അവനും നിതീഷിനെ എനിക്ക് വർഷങ്ങളായിട്ട് അവൻ ഈ ട്രിവാൻഡ്രത്തെ നാടകം ഫ്രറ്റേണിറ്റിയിലുള്ളതാണ്. നിതീഷിന്റെ ഗ്രൂപ്പുമായിട്ട് നാടകങ്ങളൊക്കെ ചെയ്യുകയും അവർ ഈ ഒരേ സ്പേസിലൊക്കെ ആയിരിക്കും നമ്മൾ റിഹേഴ്സ് ഒക്കെ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് നിതീഷിനെ പണ്ട് തൊട്ടേ അറിയാം. അപ്പോ നിതീഷ് ഞാനും ദർശനയും കൂടെ ഇരുന്ന് ഈ കാറിലെ സീനിന്റെ ഡയലോഗ്സ് വായിച്ചിട്ട് നമുക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. ചിരിച്ച് ഒന്നാമതെ ഞാനും ദർശനയും ഭയങ്കര വഴക്കാളികളാണ്, ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ തീരുമാനിച്ച ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ അവിടെ മേക്കപ്പിന് ഒരു ക്യാരവാൻ ഉണ്ട്. അപ്പൊ അവിടെ തന്നെ ഇരുന്ന് നമ്മൾ ഈ സീൻസ് മുഴുവൻ റിഹേഴ്സ് ചെയ്ത് ചിരിച്ച് തീർക്കാനുള്ള ഇപ്പോഴേ ചിരിച്ച് തീർത്തിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ആ ലൈൻസ് എല്ലാം പഠിച്ച് അപ്പൊ ദർശനെ സ്ലാങ്ങിലും കാര്യങ്ങളും ഒക്കെ നമ്മൾ ദർശനെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ അതിന്റെ ഷൂട്ടിലോട്ട് പോകുന്നത്. നോർമൽ ഫാമിലി തുടങ്ങി ആ ടീം ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ദിവ്യ വരുന്നു, രാജേഷ് വരുന്നു, ആൻഡ് whenever they go out there is a replacement. I mean it's very നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ it's kind of very organic and ആ ഒരു ഫ്രണ്ട്ഷിപ്പും ആ ഒരു ആക്ടേഴ്സ് ജേർണി it's quite interesting. അപ്പം എനിക്ക് തോന്നുന്നു കമ്മട്ടിപ്പാടും രാജീവ് രവി ആണെങ്കിലും ദർശന they all belong to that yeah
ആ ഒരു യെസ് ഇതുണ്ട്. യെസ് 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 രാജുവേട്ടനും ഒരുപാട് നാടകം ചെയ്യാൻ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നതാണ്. ഇപ്പൊ റോഷനെയും ഒരുപാട് ലൈക്കിനോ സിനിമയുടെ കൂടെ തന്നെ നാടകം ചെയ്യാനും എല്ലാം രാജുവേട്ടൻ ഫുൾ സപ്പോർട്ടാണ്. ഇപ്പൊ ഈ ബൈ ബൈ ബൈപാസിനെയും ഒരുപാട് പുള്ളി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലൈറ്റ് ഡിസൈനിലും എല്ലാം. ഹി ഹഡ് കം ടു അവർ സ്പേസ് വൺസ് ആൻഡ് പുള്ളി കുറച്ച് ഇൻപുട്സും കാര്യങ്ങളൊക്കെ തന്ന അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളത് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ പുള്ളി ഒരു ഭയങ്കര പില്ലർ ഓഫ് സപ്പോർട്ടാണ്. ആൻഡ് ഐ ഹാവ് ഓൾസോ ഹാഡ് ദ പ്രിവിലേജ് ടു വർക്ക് വിത്ത് ഹിം. ഞാൻ സ്റ്റീവ് ലോപ്പസിലും കമ്മട്ടിപ്പാടത്തിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്റ്റീവ് ലോപ്പസിൽ ഞാൻ അതിൽ വച്ചുവിന്റെ വൺ ഓഫ് വച്ചൂസ് ഫ്രണ്ട്സ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു തിരുവനന്തപുരം ബേസ് ചെയ്ത ഒരു ടൈറ്റിൽ ട്രാക്ക് ഉണ്ട്. അത് ഞാനും എന്റെ ബാൻഡ് വിദ്വാനിലെ ബേസിസ്റ്റ് ആയിട്ടുള്ള എന്റെ ഫ്രണ്ട് ബെന്നും നമ്മൾ രണ്ടുപേരും കൂടാണ് ആ ടൈറ്റിൽ ട്രാക്ക് ഒക്കെ ചെയ്തത്. അപ്പോ അങ്ങനെ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, നല്ല രസമാണ്. ബൈ ബൈ ബൈപാസ് ആ ടീം തന്നെ ഭയങ്കര നല്ലതാ. ഇറ്റ് ഇസ് വെരി സ്പെഷ്യൽ ഇൻ ദ സെൻസ് ദാറ്റ് ഇത്രയും ലൈക്ക് ഭയങ്കര ക്രിയേറ്റീവ് ഫ്ലെയർ ഒക്കെ ഉള്ള ഭയങ്കര ലൈക്ക് വ്യത്യസ്തരായിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്, ആക്ടേഴ്സ് ആണ് എല്ലാവരും. അപ്പം ആക്ടേഴ്സിന് അവരുടെ ഈഗോ ഒക്കെ ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അവരുടെ പെർഫോമൻസിലും അവരുടെ വ്യക്തിത്വത്തിലും ഒക്കെ. ആദ്യമായിട്ടാണ് ഇത്രയും ഒരു 11 ആക്ടേഴ്സ് ഒരുമിച്ച് വരുന്ന ഒരു സ്പേസിൽ ഭയങ്കര ഹെൽത്തിയും ഒക്കെ ആയിട്ടുള്ള ഇന്ററാക്ഷൻസും ഭയങ്കര മ്യൂച്വൽ റെസ്പെക്റ്റും ഡിസഗ്രിമെന്റ്സ് ഒക്കെ ഭയങ്കര ലൈക്ക് ഒരു നല്ലൊരു സ്പേസിൽ തന്നെയാണ് നിന്ന് പോകുന്നത്. അതും അഗൈൻ റോഷനും ഈ ഒരു നല്ല ലീഡർ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ലൈക്ക് ഹീസ് വെരി പാഷനറ്റ് ആൻഡ് ഹീസ് വെരി എന്നുവെച്ചാൽ ആ ടീമിലുള്ള എല്ലാവരോടും ഉള്ള അവന്റെ ലൈക്ക് യുനോ അതിന്റെ ഒരു ഡൈനാമിക്സ് അവൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇവരോടുള്ള പല ആക്ടേഴ്സ് ആണ്. അപ്പൊ ചില ലൈക്ക് എല്ലാ ആക്ടേഴ്സിനോടും ഇവൻ കാണിക്കുന്ന പേഷ്യൻസും ദ ബിലീഫ് ഹി ഹാസ് in everyone's skill and his patience also. He not only believes in them, but he has like supreme patience with everyone's performance. So he gives time for everyone to find their character, however long it takes. സോ പെട്ടെന്ന് ക്യാരക്ടറിനെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്ന ആക്ടേഴ്സ് ഉണ്ട്. എന്നാൽ അത് കിട്ടാതെ ക്രമേണ അതിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്ന ആക്ടേഴ്സും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആക്ടേഴ്സിനെ എല്ലാം ഇവ മനസ്സിലാക്കുന്നു എന്നുള്ളത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യം. അപ്പൊ ഈ ടീമും ദേ ആർ ഓൾ വെരി ഹെൽത്തി മൈൻഡ്സ് ഇന്ന് ലൈക്ക്. അപ്പം അവർക്ക് എല്ലാം എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരുപാട് ഈ അഭിനയം എന്ന് പറയുന്ന കലയോട് പാഷനുള്ള ആൾക്കാരാണ്. അവർക്ക് നാടകമായാലും സിനിമയായാലും അഭിനയ കലയോട് ഭയങ്കര പാഷനാണ്. ഇപ്പൊ ഞാനൊക്കെ ആ സ്പേസിലാണ് നിൽക്കുന്നത്. എനിക്ക് നാടകമെന്നോ സിനിമയെന്നോ ഇന്നത് നല്ലതെന്നോ മോശമെന്നോ ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് അഭിനയ കലയോട് ഭയങ്കര ഒരാവേശമാണ്. അപ്പം ആ ആവേശം ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരേപോലെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്ന മറ്റൊരാളോട് ഇവർക്ക് ഭയങ്കര റെസ്പെക്റ്റും ഒരു കാര്യമൊക്കെ ഇവര് എല്ലാവരും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഐശ്വര്യവും വാട്ട് എവർ യു കോൾ ദാറ്റ് ആ ഒരു സാധനം ഈ ബൈപാസ് എന്നുള്ള ഗ്രൂപ്പിനുണ്ട്. ആൻഡ് സെയിം ഗോസ് ഫോർ കൃഷാന്തിന്റെ സെറ്റ് ഓൾസോ. സിനിമ എന്ന് പറയുന്ന മീഡിയത്തിനോട് ഭയങ്കര ലൈക്ക് ഒരു ആവേശമുള്ളതും അതിന്റെ കൊളാബറേഷനെ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കൃഷാന്തിന്റെ സെറ്റിൽ. എനിക്ക് തോന്നുന്നത് അത് ഒരു ലീഡർ എങ്ങനെ ടീം അംഗങ്ങളോട് അയാളുടെ ഡൈനാമിക് എന്താണ് അത് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്നെന്ന് തോന്നുന്നു. അപ്പം ദ മോർ ഓണസ്റ്റ് ആൻഡ് റിസെപ്റ്റീവ് ആൻഡ് ഹി ഈസ് ദ ലീഡർ ഈസ് ദ ഗ്രൂപ്പ് ഇസ് ആസ് ഗുഡ്. അപ്പം എന്ന് വെച്ചാൽ അപ്പം അത് വർക്ക് മാത്രമല്ല, ഇറ്റ്സ് നോട്ട് എ ക്രിയേറ്റീവ് എൻഡവർ, ഇറ്റ് ബിക്കംസ് എ വെരി ഫൺ തിങ്. ഒരു എക്സ്കർഷൻ പോലെയൊക്കെ ആവും. പിന്നെ വി ഹവ് ഹാഡ് ലൈക്ക് ബ്യൂട്ടിഫുൾ ടൈംസ് ഷൂട്ടിംഗ് ഫോർ നാലര സംഘം. ലൈക്ക് ഇപ്പോഴും എന്നിട്ട് നമ്മളിപ്പോഴും അത് കഴിഞ്ഞിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ആശിച്ച് പറഞ്ഞ പോലെ തന്നെ പിന്നെ ഞാൻ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും അതിന്റെ മ്യൂസിക്കിലും ഇൻവോൾവ് ആയിരുന്നു. സോ അപ്പൊ അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ജേർണിയാണ്. അപ്പം ഇത് ബൈപാസും നാലര സംഘവും ഭയങ്കര ലൈക്ക് ഐ എം സോ ഹാപ്പി. ഇപ്പം പണ്ട് 10 വർഷം മുമ്പ് അഭിനയിക്കാനായിട്ട് ഇറങ്ങി. അപ്പൊ ഇപ്പൊ സിനിമയിലും നാടകത്തിലും ഞാൻ 2 നല്ല സാധനങ്ങളും ആൻഡ് പിന്നെ എന്നെന്ന് പറഞ്ഞ മൂവിയെ മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് ഇസ് ഓൾസോ എനിക്ക് ഭയങ്കര എന്റെ ഒരു സ്പെഷ്യൽ പ്രോജക്റ്റ് ആണ്. ആൻഡ് നാലര സംഘം ഇസ് ഓൾസോ സ്പെഷ്യൽ ഇൻ ദ സെൻസ് ദാറ്റ് എന്നും എന്റെ കൂടെ ഉണ്ടായിരുന്ന ശാന്തി നാലര സംഘത്തിലും ഉണ്ട്, ശാന്തി ബൈപ്പാസിലും ഉണ്ട്. സോ അപ്പൊ ശാന്തി ഞാനും ഇപ്പൊ 3 പ്രോജക്ട്സ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. സോ അപ്പൊ അതിലെല്ലാം സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ അസ്. എന്ന് വെച്ചാൽ നമ്മുടെ ജേർണിയിലെ മൈൽ സ്റ്റോൺസ് പോലത്തെ പ്രോജക്ട്സ് ആണ് ഇതൊക്കെ. അപ്പൊ അവിടെയൊക്കെ ഞാനും ശാന്തിയൊക്കെ ഒരുമിച്ച് വരുന്നു, ഞാനും ദർശനെ ഒരുമിച്ച് വന്നു. സോ ആൻഡ് ശാന്തി ഈസ് ഡൂയിങ് വെരി വെൽ വിത്ത് ലോക നൗ. സോ അപ്പം ആൻഡ് ബൈപ്പാസിലെ ടീമും വി ആർ ഓൾ വെരി ഹാപ്പി ഫോർ ഹർ. ആൻഡ് ഇപ്പൊ ഞാൻ ലോക 2 ദിവസം മുമ്പ് ഇന്നലെ മെനഞ്ഞാന്നാണ് ഞാൻ ലോക കാണുന്നത്. ഐ വാസ് വെരി ഹാപ്പി അതിന്റെ കാര്യങ്ങളും. ആൻഡ് ശാന്തിക്ക് ഇപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന പ്രശംസയും അതിൽ നിന്ന് കിട്ടുന്ന ലൈക്ക് കോംപ്ലിമെന്റ്സും ലൈക്ക് അവർക്ക് അതിൽ നിന്ന് അവളുടെ ആ അംഗീകാരങ്ങളെല്ലാം
ഇറ്റ് മേക്സ് മീ റിയലി ഹാപ്പി. ആൻഡ് ഷീസ് എ വെരി ഭയങ്കര ഒരു ഫയർ ടാലന്റ് ആണ്. എഴുത്തുകാരിയാണ്. ഷീ ഹാസ് എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് തിങ്സ്. കാര്യങ്ങളെ പറ്റി ശാന്തി സംസാരിക്കുന്ന കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യങ്ങളെ പറ്റി പറയുന്നതും. ഷീ ഹാസ് എ വെരി ബ്യൂട്ടിഫുൾ വേ ഓഫ് ആർട്ടിക്കുലേറ്റിംഗ് തിങ്സ്. നല്ല ലാംഗ്വേജ് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാം. ലൈക്ക് ലാംഗ്വേജിൽ നല്ല സ്കില്ലുണ്ട്, എന്നാൽ അത് നല്ല കാര്യങ്ങൾ പറയാനും അത് പറയുന്ന രീതിയും എല്ലാം ഭയങ്കര രസമാണ്. ദ വേ ഷീ ഡസ് ദാറ്റ്. ആൻഡ് ഐ വെരി റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ശാന്തിയുടെ ഒരു ഓൺ ഒരു എഴുത്ത് എൻഡവർ എങ്ങനെയായിരിക്കും. ആൻഡ് ഷീ ഈസ് എ ഫാന്റാസ്റ്റിക് ആക്ടർ ഓൾസോ. ഇപ്പൊ ഈ ബൈപ്പാസിൽ ഇപ്പൊ എന്നും തമ്മിൽ ദേവി ആയാലും ഇപ്പൊ ബൈപ്പാസിൽ തെയ്യാമ്മയായാലും രണ്ടും രണ്ട് ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പം ശാന്തി ശരിക്കും സർപ്രൈസ് ചെയ്യും ഭയങ്കരമായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആണ്. സോ അപ്പൊ മൊത്തത്തില് നല്ല ലൈക്ക് സന്തോഷമുള്ള ഒരു സമയമാണ്. അങ്ങനെ ശാന്തിയുടെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ജല്ലിക്കെട്ടാണെങ്കിലും തരംഗം ആണെങ്കിലും ആ ദാറ്റ്സ് ഐ മീൻ ടോട്ടലി ഡിഫറെന്റ്. എനിക്ക് അറിയില്ല മലയാളത്തിൽ അങ്ങനെ ഒരു ക്യാരക്ടർ തന്നെ വളരെ അപൂർവമാണെന്ന് തോന്നുന്നു. സോ her pics are also very very interesting. Okay, let's come back to Bye Bye Bypass ഉം നാലര സംഘം കണക്ട് ചെയ്യുന്ന ഒരു എലിമെന്റ് മ്യൂസിക് കൂടിയാണ്. വർക്ക് ഹിയർ. അതെ അതാണ് നമ്മുടെ അടുത്ത സ്പെഷ്യൽ തിങ് ആണ്. സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം വർക്കിയും സൂരജുമായിട്ടുള്ള കൊളാബറേഷൻ ആണ്. അപ്പം ഞാനും സൂരജും ഒക്കെ ഒരുപാട് കാലങ്ങളായിട്ട് ഫ്രണ്ട്സ് ആണ്. സൂരജും ഞാനും പണ്ട് ഇപ്പൊ വിദ്വാനും മസാല കോഫി ഒക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് ഷോ ഒക്കെ ചെയ്തു. പിന്നെ സൂരജിനെ കൊച്ചിനെ തൊട്ടേ എനിക്കറിയാം. നമ്മൾ പണ്ട് ഏഷ്യാനെറ്റിൽ ഈ മഗരിസ എന്ന് പറയുന്ന കുട്ടികളുടെ പാട്ട് പരിപാടിയിൽ സൂരജും ഞാനും ഒക്കെ ഒരുമിച്ച് ഓഡിഷൻ ചെയ്യാൻ അന്ന് തൊട്ടേ സൂരജിനെ കണ്ട് എനിക്ക് ഭയങ്കര പരിചയമാണ്. പക്ഷെ നമ്മള് കോളേജൊക്കെ കഴിഞ്ഞ് പിന്നെ ബാൻഡിന്റെ സമയവും കഴിഞ്ഞ് പിന്നെ ദേവകിയും വഴി ഞാൻ വർക്ക് ചെയ്യുകയും സൂരജിനെയൊക്കെ പരിചയപ്പെടുകയും അങ്ങനെയാണ് നമ്മൾ പിന്നെ ലൈക്ക് സുഹൃത്തുക്കളാവുന്നത്, ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആവുന്നതും. പിന്നെ ഇവരാണ് നാലര സംഘം മ്യൂസിക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാനത് കേട്ട് ഭയങ്കര ഹാപ്പി ആയി. ഐ വാസ് വെരി ഹാപ്പി ഫോർ ദം. അത് കഴിഞ്ഞപ്പോഴാണ് നാലര സംഘത്തിൽ ഞാൻ കാസ്റ്റ് ആവുന്നത്. അപ്പോ എന്റെ കാസ്റ്റിംഗ് അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം ഇവര് മ്യൂസിക് ചെയ്യാൻ പോണ സീരീസ് ആണ്. കുറെ പേരുണ്ട്. ശംഭു, എന്റെ ഫ്രണ്ട് ശംഭു ഉണ്ട്. കൃഷാന്തിന്റെ സീരീസ് ആണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് അറിയാവുന്ന ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. ഭയങ്കര രസം, അടിപൊളി. എന്തായാലും ഒരു പൊളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് അതിലൊരു വേഷവും കൂടെ കിട്ടി. അപ്പം ശരി, ഓക്കെ, നൈസ്. പിന്നെ അഭിനയിക്കുന്നോണ്ട് തന്നെ അതിന്റെ മ്യൂസിക്കില് അധികം ഇൻവോൾവ് ആവണ്ടെന്ന് ഒരു ഇതുണ്ടായിരുന്നു. ലൈക്ക് സ്വയം സ്ക്രീനിലൊക്കെ കണ്ട് ചെയ്യുന്നതിനോട് ഒരു ചളിപ്പോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. പക്ഷെ സീരീസിനെ മ്യൂസിക്കിന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ടോട്ടലി അതിലേക്ക് ലീവ് ചെയ്ത് പോയിട്ടുള്ളതാണ്. അതെ. ആൻഡ് ഇറ്റ് ഇസ് ഇപ്പം സീരീസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇറ്റ് ഇസ് ലോഡഡ് വിത്ത് മ്യൂസിക്. ഒരുപാട് മ്യൂസിക് ഡിമാൻഡ് ചെയ്യുന്ന കണ്ടന്റ് ആണത്. ആൻഡ് ഒരുപാട് ചെയ്തിട്ടുമുണ്ട്. അപ്പം നമ്മളൊരു ടീം തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങി, മ്യൂസിക്കിന്റെ കമ്പോസിംഗ് ഒക്കെ തുടങ്ങി. ഷൂട്ടിന്റെ ഇടയിൽ തന്നെ സൂരജ് വർക്ക് 1-2 പാട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് വർക്ക് ഞാനും കൂടെ സൂരജ് കുറച്ചാൾ ധർമ്മശാലയിലും അവിടെ നിന്നൊക്കെ ആയിരുന്നു സൂരജ് വർക്ക് ചെയ്യുന്നത്. ഞാനും വർക്കിയും ഇവിടെ ഇതിലുണ്ടായിരുന്നു, എന്താണ് കൊച്ചിയിലുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഇൻട്രോ, നാടക സംഘത്തിന്റെ ഇൻട്രോ ഒരു ഈ ക്വാഡസ് കണ്ടത്തിലോട്ട് അപ്പൊ അത് ഷൂട്ട് ചെയ്യുന്ന സമയമാണ്. അതിന്റെ ഷൂട്ട് നടക്കുകയാണ്. അപ്പൊ ഞാനും വർക്കിയും നമ്മളെന്തോ ലൈക്ക് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് വർക്കിയുടെ കൊച്ചിയിലെ വീട്ടിൽ നമ്മളിങ്ങനെ ചില്ല് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ ഒരുപാട് സംസാരിക്കും. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ വീട്ടിൽ ചുമ്മാ ലൈക്ക് ചില്ല് ചെയ്തിരിക്കും. അങ്ങനെ ഒരു ദിവസം നമ്മൾ കഴിക്കാനായിട്ട് പോയിട്ട് അവിടെ നമ്മൾ സ്ഥിരം പോകുന്ന ഒരു ഫുഡ് ജോയിന്റ് ഉണ്ട്. അവിടെ പോയി കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നോക്കിയപ്പോ പുതിയൊരു റെസ്റ്റോറന്റ്, കുറെ ആൾക്കാരൊക്കെ ഇരുന്ന് കഴിക്കുന്നത്. എന്തോ മറ്റേ ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടനം പോലെയൊക്കെ ഉണ്ട്. ഇപ്പൊ ഫ്രണ്ടിൽ മറ്റേ പന്തലൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ഇരുന്ന് കഴിക്കുക. ഇതേതാ പുതിയൊരു സ്ഥലം, ഇത് കണ്ടില്ലല്ലോ. നോക്കിയപ്പോഴത്തേക്കും അതിന്റെ അകത്ത് കഴിക്കുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാം. വൈശാഖ്, റീത, കൃഷാന്ത്, അവരൊക്കെ. നോക്കുമ്പോഴത്തേക്കും നാലര സംഘത്തിന്റെ ഷൂട്ട് ലൊക്കേഷനിലാണ് നമ്മൾ ഈ പാസ് ചെയ്ത് പോണേ. അപ്പൊ അവിടെ അപ്പോഴാണ് നമ്മൾ അറിയുന്ന ആ റോഡിലാണ് ഇവർ ഈ കോളസ് മറിയുന്ന ഷൂട്ട് എടുക്കുന്നത്. അപ്പൊ ഈ മൂങ്ങ മുട്ടയൊക്കെ ആയിട്ട് നടന്നു വരുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ, ഒരു ലോങ് ഷോട്ട്, സിംഗിൾ ഷോട്ട് ഉണ്ട്. അപ്പൊ ആ ഷോട്ട് കൃഷാന്ത് നമുക്ക് അപ്പൊ കാണിച്ചു തന്നിട്ട് ആ ഷോട്ടിന്റെ ആ സമയത്തേക്കുള്ള ഒരു മ്യൂസിക്കും ഇനി ചെയ്യാനുണ്ടെന്ന് വർക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സാധനം. അപ്പൊ നമ്മൾ ഡിസ്കസ് ഒക്കെ ചെയ്തിരുന്നിട്ടാണ് നമ്മൾ വൈകിട്ട് ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട് ഇറങ്ങിയത്. പിന്നെ നമ്മൾ ഈ ഷൂട്ടിന്റെ അവിടെ കുറെ നേരം നിന്നു, ക്രൂവിനെ എല്ലാവരെയും കണ്ടു. നമ്മൾ ഭയങ്കര എനർജൈസ്ഡ് ഒക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മൾ ചുമ്മാ വർക്കിയുടെ സ്റ്റുഡിയോ ആണ്, വർക്കിയുടെ സ്റ്റുഡിയോയിൽ കയറി ഞാനും വർക്കിംഗ് കൂടെ ഇരുന്ന് ചുമ്മാ ഒരു ട്രാക്ക് ഉണ്ടാക്കി.
ഒരു മണിക്കൂറിൽ ആ ട്രാക്ക് ചെയ്ത് തീർന്നു. അതിന്റെ ഒരു ബെഡ് ഫുള്ള് നമ്മൾ ഉണ്ടാക്കി, അതിന്റെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ. അതാണ് ഇന്ന് ഈ വേടന്റെ ചമയമായിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരുമിച്ച് ചെയ്തതാണ്. അതിങ്ങനെ ലൈക്ക് ഇങ്ങനെ ഒരുമിച്ച് നമ്മൾ ആൻഡ് വർക്കിംഗ് ഞാനും വി ഹാവ് എ ലോങ് ജേർണി ഓഫ് കൊളാബറേഷൻ. നമ്മൾ ഒരുപാട് ആഡ്സും ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തും, ഞാൻ ഹാവ് കൊളാബറേറ്റഡ് വിത്ത് ദം ആസ് എ സിംഗർ. പിന്നെ ഞാൻ കമ്പോസ് ചെയ്ത ഒരു പാട്ട് വർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്കൊരു ജേർണി തന്നെയുണ്ട്. നമ്മൾ ഒരുപാട് പിന്നെ വർക്ക് ചെയ്യുന്ന പല പല വർക്കുകളിലും ഇങ്ങനെ ക്രിയേറ്റീവ് ഇൻപുട്സും സജഷൻസും എല്ലാം കൊടുക്കുന്നതും അങ്ങനെ. അപ്പൊ വർക്കിയുടെ കൂടെ ഞാനും ഇരുന്ന് അന്ന് ചെയ്തതാണ്. നമ്മളിങ്ങനെ ആൻഡ് വി നമ്മള് വർക്ക് ചെയ്യാലും ഞാനായാലും സൂരജ് ആയാലും നമ്മൾ കേൾക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റിനുണ്ട്. ഇപ്പൊ സ്നേഹ ഖൻവൽക്കർ അങ്ങനത്തെയൊക്കെ ആർട്ടിസ്റ്റിനും, ഇപ്പം അലി സേത്തി, ഒരുപാട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പിന്നെ നമ്മൾ ഒരുപാട് ഈ ബെൻ ബോമർ അങ്ങനത്തെ ഇലക്ട്രോണിക് മ്യൂസിക്, ആംബിയൻ, ചിൽ, അങ്ങനെ പല പല ജോണേഴ്സ് നമ്മളിങ്ങനെ കേട്ടോണ്ടേയിരിക്കും. അപ്പൊ നമുക്കിങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ചിന്തകളെല്ലാം അങ്ങനത്തെ ഇതൊക്കെയാണ്. പക്ഷെ ഇതൊന്നും ഒരു സിനിമയിലോട്ട് നമുക്ക് പ്രോപ്പർലി അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കുറച്ച് എക്സ്പെരിമെന്റലോ അല്ലെങ്കിൽ അങ്ങനത്തെ മ്യൂസിക്കിനോട് ഇവൻ ദോ അത് കേൾക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടാലും അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു റിസ്ക് എടുക്കുന്ന ഫിലിം മേക്കേഴ്സ് വളരെ കുറവാണ്. അവർക്ക് ഇപ്പൊ ഒരു എക്സിസ്റ്റിംഗ് പാറ്റേൺ ഓഫ് മ്യൂസിക്കിൽ പോവാനാണ് പൊതുവേ നമുക്ക് കിട്ടുന്ന വർക്കിലൊക്കെ. അത് കുറ്റമോ കുറവായിട്ടോ പറയല്ല, പക്ഷെ അങ്ങനെ ഒരു സേഫ് പ്ലേ ആണ് കാണാറ് ജനറലി. പക്ഷെ ഈ പാട്ട് നമ്മൾ വേടന്റെ ചമയം ചെയ്തു. അപ്പൊ ഇത് ഭയങ്കര ഓൾട്ടർനേറ്റീവ് ആണ്. എന്നിട്ട് അപ്പൊ നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമുക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാനും വർക്കിയും ഭയങ്കര ഹാപ്പിയാണ് ഈ കേൾക്കുന്ന സാധനത്തിൽ. ഇതിന്റെ അകത്ത് ഇനി ഒന്നും ചെയ്യാനും ഇല്ല. കൊള്ളാം, ഭയങ്കര രസമുണ്ട്, വർക്കിംഗ് സാധനമാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് താഴെ ഒരു ബ്രേക്കിന് വേണ്ടി വന്നിരുന്നപ്പോഴത്തേക്കും വർക്കി പതുക്കെ മേളിലോട്ട് പോകുന്നുണ്ടായിരുന്നു. വർക്കി മേളിലോട്ട് പോയി. പിന്നെ വർക്കി എന്തൊക്കെയോ പാടുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ആഡിന്റെ വല്ലതും വോക്കൽ വല്ലതും പുള്ളി റെക്കോർഡ് ചെയ്യാൻ. അപ്പോഴാണ് വർക്കി ഏതോ ഒരു ഫോക്ക് സോങ് എടുത്ത് അതിന്റെ വരികൾ വർക്കി ഇതിലോട്ട് പ്ലേസ് ചെയ്യുകയും വർക്കി അത് അപ്പൊ തന്നെ പാടി റെക്കോർഡും ചെയ്ത് എന്നിട്ട് എന്നെ വിളിച്ച് ഇത് കേൾപ്പിച്ചെന്നു. അപ്പൊ ഞാൻ എന്റെ അമ്മേ ഇത് ഭയങ്കരമായല്ലോ, അടിപൊളിയായി. ആൻഡ് വി ആർ വെരി ഹാപ്പി. എന്നിട്ട് പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തായാലും ഇത് അയച്ചു കൊടുക്കാം, അവർക്ക് അത് വർക്ക് ആവുന്നോ നോക്കട്ടെ എന്നൊക്കെ പറയും. ബിക്കോസ് ഇത് ഭയങ്കര ഓൾട്ടർനേറ്റീവ് സൗണ്ടിങ് ആണ്. ഇത് ഒരു വ്യത്യസ്തപരമായിട്ടിരിക്കുന്ന ഒരു പാട്ടാണല്ലോ. ഇറ്റ് സൗണ്ട്സ് വെരി ഡിഫറെന്റ് ഫ്രം ദ യൂഷ്വൽ ഫിലിം മ്യൂസിക് ഓർ എനിത്തിങ്. എന്നിട്ട് നമ്മൾ അയച്ചു കൊടുത്തു. നമ്മൾ കിടന്ന് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ നമ്മൾ എണീറ്റ് വർക്ക് ഇങ്ങനെ പറഞ്ഞു. അവർക്കൊരു നാടക സംഘത്തിന്റെ മ്യൂസിക്കിന്റെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോ അതിൽ വർക്ക് പറഞ്ഞു. അപ്പൊ അതിൽ കൃഷാന്ത് പറഞ്ഞു, ദിസ് ഇസ് ഗോൾഡ്, വാട്ട് ഇസ് ദിസ് ഇസ് പ്യുവർ ഗോൾഡ് എന്നെങ്ങാണ്ടാണ് കൃഷാന്തിന്റെ മെസ്സേജ്. അപ്പൊ ആ പാട്ട് അന്ന് ഫൈനലൈസ് ആയതാണ്. ആൻഡ് ദെൻ വി ഹാവ് നെവർ സാറ്റ് ഓൺ ദാറ്റ് സോങ് ഫോർ എ കറക്ഷൻ ഓർ എനിത്തിങ്. പിന്നെ വേ ലേറ്റർ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ക്ലൈമാക്സ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, സിക്സ്ത് എപ്പിസോഡ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കൃഷാന്ത് ഈ പാട്ട് നമുക്ക് വീണ്ടും ഇവിടെ പ്ലേസ് ചെയ്യാം, ആൻഡ് ഇതിന്റെ അകത്ത് നമുക്ക് ഇത്തിരി റാപ്പും കൂടെ വെക്കാന്നുള്ളത് കൃഷാന്തിന്റെ സജഷനാണ്. അത് ഞാനും വർക്കി ആലോചിച്ചിട്ടില്ല. കൃഷാന്ത് പറയുമ്പോഴാണ് വർക്കിക്കും അത് ക്ലിക്ക് ആയത്. അപ്പൊ ആ സമയത്ത് ഞാനില്ല, വർക്കിയും കൃഷാന്തും ആണത് ചെയ്ത്. പിന്നെ ലൈക് സീറോ ഡിൻ ഓൺ MC കൂപ്പർ, ദേ ബ്രോട്ട് ഹിം ഇൻ. എന്നിട്ട് MC ശംഭു ഒരു ലൈക്ക് അതിൻ്റെ അകത്ത് റാപ്പ് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് അതെന്നെ കേൾപ്പിച്ചു. അത് ഭയങ്കര അടിപൊളി. സോ ആ സോങ് അപ്പം നമ്മൾ ആ ഫസ്റ്റ് വേർഷൻ ഇസ് ഓൺലി ലൈക്ക് 2 minutes 3 minutes ലോങ്. പിന്നെ ഈ റാപ്പും കൂടെ വന്നപ്പോഴത്തേക്കും നൗ ഇറ്റ്സ് ലൈക്ക് ഐ തിങ്ക് 4 minutes ഓർ സംതിങ്. എനിക്ക് കറക്റ്റ് നമ്പർ എനിക്ക് അറിയത്തില്ല. അപ്പൊ അതൊരു നല്ല ബ്യൂട്ടിഫുൾ ട്രാക്ക് ആയി. അതിന് കുറച്ചും കൂടെ ഡെഫിനേഷൻ വന്നു. ആൻഡ് ഇറ്റ് മേഡ് ഇറ്റ് ഇവൺ മോർ സ്പെഷ്യൽ ഇൻ ദ സെൻസ് ദാറ്റ് ക്ലൈമാക്സിൽ എന്റെ ഷോട്ടിലാണ് ഈ റാപ്പ് വരുന്നത്. റെഡ് കളറിലുള്ള 2 കണ്ണുരുണ്ട കണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന് ഉണ്ടാക്കിയ പാട്ട് എന്റെ സീനിൽ തന്നെ വരുമ്പോഴത്തേക്കും അത് ഭയങ്കര കുറെ മാജിക് ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ എല്ലാം ഓർഗാനിക്കലി നടന്നു വന്നതുമാണ്. അപ്പൊ അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് വെരി പ്രൗഡ് ഓഫ് ദ മ്യൂസിക് ദാറ്റ് ദ ബോയ്സ് ഹവ് ഡൺ. ഇപ്പൊ സൂരജ് ചെയ്ത ഭൂലോകം ഇരുളാണ് എന്ന് പറയുന്ന ട്രാക്ക്, ഇറ്റ് ഇസ് മൈ അത് ഇപ്പൊ വേടന്റെ ചമയവും ഭൂലോകമാണ് ഈ ആൽബത്തിലെ എന്റെ ഫേവറേറ്റ് ട്രാക്സ്. അപ്പം ആൻഡ് ഓൾസോ ഫ്ലീറ്റിംഗ് ഷെൽട്ടേഴ്സ് എന്ന് പറഞ്ഞ് വർക്ക് ചെയ്തിരിക്കുന്ന ട്രാക്കും. അപ്പൊ ഈ ഭൂലോകം ഇരുളാണയുടെ വരികൾ സൂരജ് തന്നെ എഴുതിയതാണ്. അപ്പോ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് 8 വാക്കുകളേ ഉള്ളൂ. അത് ഭയങ്കര സിമ്പിൾ ആണ്. ആൻഡ് there's a lot of hope in it. So I think it's brilliant. And ഇതൊരു ഈ നാട്യസംഘത്തിന്റെ മ്യൂസിക് ആൽബം ഒരു നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആണ് ആക്ച്വലി. ആൻഡ് ഐ റിയലി ഹോപ്പ് ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് ദ റീച്ച് ആൻഡ് റെക്കഗ്നിഷൻ ഇറ്റ് ട്രൂലി ഡിസേർവ്സ്. അപ്പോ അതിപ്പോ ഇനിയിപ്പോ ആൾക്കാർ കണ്ടത് ഓർഗാനിക്കലി ഈ മൗത്തിലൊക്കെയാണ് ഇനി സീരീസ് ആൾക്കാരിലേക്ക് കൂടുതൽ എത്താൻ പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് നല്ലോണം എത്തണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. അപ്പൊ അതാണ് നാടക സംഘത്തിന്റെ ഒരു മ്യൂസിക്കിലുള്ള ഒരു കൊളാബറേറ്റീവ് ജേർണി. പിന്നെ അത് ചെയ്തിരിക്കുന്ന സമയത്താണ് ബൈപ്പാസിന്റെ
പ്രോസസ്സ് തുടങ്ങുന്നതും. അപ്പം ഞാൻ ബൈപ്പാസിൽ ആക്ടർ ആണെങ്കിലും ഞാൻ വോക്കലിസ്റ്റ് ആയതുകൊണ്ട് ഇപ്പൊ ആക്ടേഴ്സിനെ വോക്കൽ ട്രെയിൻ ഒക്കെ ചെയ്യുന്നതൊക്കെ എനിക്കറിയാവുന്ന വോക്കൽ എക്സസൈസും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്യുകയും അത് അവർ ചെയ്യുകയും. അപ്പൊ നമുക്കൊരു റൂട്ടീൻ ഒക്കെ ഉണ്ട് ബിഫോർ റിഹേഴ്സൽസ് ആൻഡ് ബിഫോർ ഷോസ് ഒക്കെ നമ്മൾ ചെയ്യും. പിന്നെ ഞാൻ ആയ കാലത്ത് ചെയ്ത നാടകങ്ങളിലെ പാട്ടെല്ലാം ഒന്നൊന്നായിട്ട് ഇവരെ പഠിപ്പിച്ച്, അപ്പം ചില പാട്ടുകളൊക്കെ അവരുടെ ഫേവററ്റ് ആണ്. അപ്പൊ അവരതൊക്കെ ഒരുമിച്ച് പാടുമ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ ഈ ബൈപ്പാസിലെ പാട്ടുകൾ ഒന്ന് രണ്ട് കുട്ടികളുടെ പാട്ടാണ് എല്ലാം. അപ്പൊ അതൊക്കെ നമ്മൾ ആക്ടേഴ്സ് തന്നെയാണ് അതിന്റെ വരികളൊക്കെ ബ്രെയിൻ സ്റ്റോം ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ബ്രെയിൻ സ്റ്റോം ചെയ്ത ഐഡിയാസിനെയൊക്കെ ഒന്ന് കമ്പൈൽ ചെയ്ത് അറേഞ്ച് ചെയ്യാനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ അതിന്റെ മ്യൂസിക്കിന്റെ സമയമായപ്പോൾ വർക്ക് ടീം വന്ന് ജോയിൻ ചെയ്ത് ഇതിനെ എല്ലാത്തിനെയും ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് വിത്ത് ദിസ് മ്യൂസിക്. ആ ഒരു ലൈക്ക് അതിനുള്ള തീം മ്യൂസിക്കും പിന്നെ അതിലൊരു ബസ് സീനുണ്ട്, അതിലെ മ്യൂസിക്കും ആൻഡ് അങ്ങനെയെല്ലാം. അപ്പൊ ഈ പാട്ടുകളുടെ ലിറിക്സും കാര്യങ്ങളൊക്കെ റോഷനും സഞ്ജയ്, വൈശാഖ്, ശ്യാം, പിന്നെ ഓൾ ദി ആക്ടേഴ്സ്. പിന്നെ അതിൻ്റെ അകത്തൊരു സീരിയൽ രംഗം വരുന്നുണ്ട് ബൈപ്പാസിൽ. അപ്പൊ അതിന്റെ മ്യൂസിക്കും ആക്ടേഴ്സിന്റെ ഒക്കെ ഐഡിയാസ് തന്നെയാണ്. ലുട്ടാപ്പി, അശ്വതി അതിൻ്റെ അകത്തൊരു മേജർ കോൺട്രിബ്യൂട്ടർ ആണ്. ലുട്ടാപ്പിക്ക് സീരിയലിലെ മ്യൂസിക്കിന്റെ റെഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അറിയാം. അപ്പൊ അവൾ അതെല്ലാം അരച്ച് കലക്കി. പിന്നെ എനിക്കും അറിയാം. എല്ലാ ആക്ടേഴ്സും അതിൻ്റെ അകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ആ സീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിന്റെ എക്സിക്യൂഷനിലോട്ട് വരുമ്പോഴത്തേക്കും വർക്കിംഗ് ഞാനും കൂടെ ഒരുമിച്ചാണ് അതൊക്കെ ചെയ്തതും. പിന്നെ അത് ലൈക്ക് ആ സീരിയലിന്റെ മ്യൂസിക് ലൈവ് വായിക്കുന്നതും എല്ലാം നമുക്കൊരു പുതിയൊരു ജേർണി ആയിരുന്നു. അതിങ്ങനെ എങ്ങനെ ചെയ്യാം എന്നൊക്കെ ഉള്ളത്. നമ്മൾ വളരെ ആങ്ഷ്യസ് ആയിട്ട് തന്നെ അതിലോട്ട് ഇറങ്ങിയതാണ്. പക്ഷെ നൗ ഇറ്റ്സ് റിയലി വർക്കിംഗ് ആൻഡ് വി വെരി ഹാപ്പി. അപ്പൊ ഈ കൊച്ചിൻ ക്ലബിലുള്ള ഷോസിനൊക്കെ ഞാനും വർക്കിംഗ് ലൈവായിട്ട് തന്നെയാണ് മ്യൂസിക് വായിച്ചത്. എന്നിട്ട് അപ്പൊ ഞാൻ മ്യൂസിക്കും വായിച്ച് ഞാൻ പോയി അഭിനയിക്കുകയും ചെയ്യായിരുന്നു. അപ്പം ഒരു മ്യൂസിക് സ്റ്റേഷൻ ഉണ്ടായിരുന്നു, അവിടെ ഇരുന്ന് 1-2 സീനിന് വായിക്കും. എന്നിട്ട് ഞാൻ പതുക്കെ സൈഡിൽ കൂടെ ക്രോളപ്പ് ചെയ്ത് പോയി കൊച്ചുകുട്ടിയായിട്ട് അഭിനയിച്ചിട്ട് തിരിച്ച് വീണ്ടും വന്നിരുന്ന് വായിച്ച് അങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഷോസിന് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗൗതം. അപ്പൊ ഗൗതം ഒരു ഗിറ്റാറിസ്റ്റ് ആണ്. അപ്പം അവനെ കൂടെ ഇതിലോട്ട് കൊണ്ടുവന്ന് ഇപ്പൊ വർക്കിംഗ് ഗൗതവും ഒക്കെയാണ്. അപ്പം ഗൗതം അവൈലബിൾ അല്ലാത്തപ്പോൾ ഞാൻ മ്യൂസിക് ചെയ്യും. അപ്പം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ജേർണി. ആൻഡ് ഇതിൽ നിന്ന് എല്ലാത്തിനും മനസ്സിലാവുന്നത് നമ്മള് ഭയങ്കര ലൈക്ക് പാഷനോടെ നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ഈ സെയിം തോട്ട് പ്രോസസ് ഉള്ള ആൾക്കാരെ നമ്മൾ അട്രാക്ട് ചെയ്യുമെന്നുള്ള ഒരു സാധനം, അത് ആ പറയുന്ന എന്താ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര അതിന്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ ആക്ച്വലി തോന്നുന്നുണ്ട്. ലൈക്ക് ഐ കൻ റിയലി എക്സ്പീരിയൻസ് ദാറ്റ്. ഇപ്പൊ എന്നെന്നുമായാലും 4 സംഘമായാലും ബൈ ബൈപ്പാസ് ആയാലും ഐ എം റിയലി ലൈക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ആഗ്രഹത്തോടെ എന്ന് വെച്ചാൽ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ആഗ്രഹങ്ങളോട് നമ്മൾ ഭയങ്കര ഓണസ്റ്റ് ആണ്. അങ്ങനെ ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഒരേപോലെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരെ നമ്മൾ അട്രാക്ട് ചെയ്യുകയും അവരുമായിട്ട് നമുക്ക് ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസസ് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പം ഈ റിലീസസിലൂടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഇറ്റ്സ് എ വെരി ഹാപ്പി ഫേസ് ഫോർ മീ ഇൻ മൈ കരിയർ. അങ്ങനെ എന്നും കഴിഞ്ഞിട്ട് നിങ്ങളായിട്ട് സംസാരിക്കാൻ പറ്റുന്നുള്ളതും ഐ ഫീൽ ക്വൈറ്റ് ഹാപ്പി. അതെ അതാണ് I-50യുടെ സമയത്ത്. സോ ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ അപ്ലൈസ് ടു യുവർ ഫാമിലി ഓൾസോ, ഫാമിലി ഓഫ് മ്യൂസിക് ആൻഡ് തിയേറ്റർ ആൻഡ് ആക്ടിങ് ആൻഡ് ഡാൻസ് ആൻഡ് so 2 lines about Devaki, how that law of attraction happened. അതെങ്ങനെ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര പേഴ്സണൽ സ്റ്റോറി ആയിപ്പോവും. നമ്മള് ഇതേപോലെ തന്നെയാണ് നാടകം വഴിയാണ് ഞാനും ദേവകിയും പരിചയപ്പെടുന്നത്. അപ്പോ ഞാൻ ദേവകിയുടെ സ്ലീപ്ലെസ് ലിയോസ് ഇറങ്ങുന്നതിന് ഒരുപാട് മുമ്പ് ഞാൻ ആ പടത്തിന്റെ ട്രെയിലർ കണ്ടിട്ട് ദേവു ഇങ്ങനെ ഒരു ആക്ടറാണ്, ട്രിവാൻഡ്രം ബേസ്ഡ് ആണെന്നൊക്കെയുള്ള കാര്യം എനിക്കറിയാം. അപ്പോ അങ്ങനെ ഇരിക്കെ ഞാൻ നാടകങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, ഞാനും എന്റെ സുഹൃത്തുക്കളും. അപ്പൊ നമ്മളൊരു വർക്ക്ഷോപ്പ് ട്രിവാൻഡ്രത്ത് സംഘടിപ്പിച്ചപ്പം ദേവു റീച്ച്ഡ് ഔട്ട്, ഇങ്ങനെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ വർക്ക്ഷോപ്പ് നടന്നപ്പം ദേവുവിന് വരാൻ കഴിഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ദേവു ആ വർക്ക്ഷോപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വീണ്ടും കോൺടാക്ട് ചെയ്ത് മെസ്സേജ്. അവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്. അങ്ങനെ പിന്നെ ദേവു വഴിയാണ് ഞാൻ വർക്ക് ചെയ്യുകയും സൂരജുമായിട്ടൊക്കെ വീണ്ടും കണക്ട് ആവുന്നതും അങ്ങനെയൊക്കെ. ആൻഡ് ഒരു ഞാൻ സിനിമയിൽ ആക്ച്വലി ഒരു 2014 മസാല റിപ്പബ്ലിക് എന്ന് പറയുന്ന പടത്തിലാണ് വിശാഖ് GS സംവിധാനം ചെയ്ത, അതിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. വിശാഖ് ഏട്ടൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പം അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ 1-2 പടങ്ങളിൽ ഇങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഞാൻ അതല്ല
ആഗ്രഹിക്കുന്നതെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഇങ്ങനെ എന്ന് വെച്ചാൽ ഒരു സുഹൃത്തുക്കളുടെ ഒരു കൂട്ടത്തിൽ ഒരാള് അങ്ങനെ നിന്ന് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എന്തുകൊണ്ടോ ലൈക്ക് അങ്ങനെ അതല്ലായിരുന്നു എനിക്ക് വേണ്ടത്. പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം പൂർത്തിയാവുന്നില്ലായിരുന്നു. ഇപ്പൊ സിനിമയിൽ തല കാണിക്കാന്നുള്ള ആഗ്രഹം പൂർത്തിയാവുന്നുണ്ടായിരുന്നുള്ളൂ. അഭിനയിക്കാനൊന്നും കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നാടകം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് വന്ന് എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് തന്നെ ആയിരുന്നു അപ്പോഴും. നാടകത്തിലേക്ക് വന്ന് രഘുത്തമൻ സാറ്, പിന്നെ എന്റെ ഫ്രണ്ട് കണ്ണനുണ്ണി, അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരുപാട് നാടകക്കാരുമായിട്ടൊക്കെ ഞാൻ വർക്ക് ചെയ്ത് പിന്നെ ഒരു ഫ്രീലാൻസർ ആയിട്ട് തന്നെ ഇപ്പൊ ഇവിടെ അഭിനയ, നാട്യഗ്രഹം, ആപ്റ്റ്, അങ്ങനെ ഒരുപാട് സംഘടനകളുമായിട്ട് വർക്ക് ചെയ്യുകയും പിന്നെ ഞാനും കണ്ണനുണ്ണി നമ്മൾ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് എലിഫന്റ് തിയേറ്റർ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഒക്കെ രൂപീകരിച്ച് അങ്ങനെയൊക്കെ നമ്മൾ നാടകമൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ വർക്ക്ഷോപ്പ് ആയിരുന്നു ഇത് ദേവ് വരാനിരുന്നത്. അങ്ങനെ ദേവുവിനെ പരിചയപ്പെട്ടു. പിന്നെ ദേവ് വഴി വീണ്ടും വർക്ക് ചെയ്തിട്ട് അപ്പൊ ദേവ് ഒരുപാട് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞാൻ ഊർജം കൊണ്ടിട്ട് ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പം അപ്പൊ ദേവുവിന്റെ 1-2 ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെയാണ് ഞാൻ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തു തുടങ്ങി. പിന്നെ അവിടുന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് ഓരോരോ വർക്കായിട്ട് ചെയ്ത് അതിലൊരു ഷോർട്ട് ഫിലിമാണ് കൃഷാന്ത് കണ്ടത്. അതാണ് ഇന്ന് പടക്കമുണ്ണിയായിട്ടൊക്കെ എത്തിയിരിക്കുന്നതൊക്കെ. അങ്ങനെ അതാണ് ദേവുമായിട്ടുള്ള എന്റെ ജേർണി. അപ്പൊ ദേവുവിന് ഒരുപാട് നല്ല കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ദേവ് വന്നതും അത് പേഴ്സണലി ഭയങ്കര ഒരു ഒരു അങ്ങനെ ഒരു പാർട്ട്ണറിനെ ആവശ്യമുള്ള സമയത്താണ് ദേവു ജീവിതത്തിൽ വന്നത്. അപ്പൊ അങ്ങനെ ഭയങ്കര ഷീസ് എ വെരി സ്പെഷ്യൽ പേഴ്സൺ ടു മീ. ആൻഡ് നമ്മൾ ഒരുമിച്ചും പിന്നെ നമ്മുടെ ആ ജേർണി അങ്ങനെ പാരലലി നമ്മൾ ഒരുമിച്ച് ചെയ്തു. പിന്നെ ചില ഷോർട്ട് ഫിലിംസ് നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചു. പിന്നെ ആൻഡ് ഒരേപോലെ പാരലലി ഇത് പോവാണ്. അങ്ങനെ പോകെ ഞാനും ദേവുവും എന്റെ നാടക സുഹൃത്തുക്കള് നമ്മളൊരു 6 പേര്, ഞാന്, ദേവു, സിബി, പിന്നെ പ്രജിത്ത്, അരവിന്ദ്, ലായ എന്ന് പറയുന്ന ഇപ്പം ദേവും സിബിയും ഡാൻസേഴ്സും, ദേവു നാടകവും എന്നെ പോലെ തന്നെയാണ് പല പല കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ അരവിന്ദ്, പ്രജിത്ത്, ലായ എന്ന് പറയുന്ന നമ്മുടെ 3 ഫ്രണ്ട്സ്, അവര് കംപ്ലീറ്റ്ലി തിയേറ്ററിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അരവിന്ദും ലായയും സ്പെയിനിലാണ്. അപ്പൊ അവര് വെക്കേഷന് നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാനും ദേവും അവരും കൂടെ ഇരുന്ന് ചുമ്മാ ഒരു ഡിന്നർ ടേബിളിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായി. നമ്മൾ അങ്ങനെ തുടങ്ങിയാണ് ഒരു ഫോക്കിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു തിയേറ്റർ ആൻഡ് ഡാൻസ് ഫെസ്റ്റിവൽ നമ്മൾ ട്രിവാൻഡ്രത്ത് നടത്തി. അപ്പോ അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ എൻഡവർ ആയിരുന്നു അപ്പം നമ്മുടെ എല്ലാ ജേർണീസും എല്ലാ കാര്യങ്ങളിലും നമ്മളൊന്ന് ഡെവലപ്പായി. അപ്പോ ആ ഫോക്കിറ്റ് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ ബേസിക്കലി സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിന് അവരുടെ ചെറിയ ചെറിയ വർക്കുകൾ കാഴ്ചവെക്കാനായിട്ട് ഒരു സ്പേസോ അവന്യൂസ് ഒന്നും ഭയങ്കര കുറവാണ് നമ്മുടെ നാട്ടിൽ. അപ്പം അതിനെ ഒന്ന് അഡ്രസ് ചെയ്യാൻ വേണ്ടി നമ്മളെ പോലെ തന്നെ അപ്പൊ നമുക്ക് നോക്കിയപ്പോ തന്നെ നമുക്ക് 1-2 ചെറിയ നാടകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ദേവ് അഭിനയിച്ച ബാനർജി ബാബു എന്ന് പറയുന്ന ഒരു നാടകം ഉണ്ടായിരുന്നു. ഞാൻ ചെയ്ത പെറ്റ്സ് ഓഫ് അനാർക്കി എന്ന് പറയുന്ന ഒരു നാടകം ഉണ്ടായിരുന്നു. അരവിന്ദ് ലായൻ ചെയ്ത ഒരു അമായ എന്ന് പറഞ്ഞിട്ടൊരു നാടകം ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ചെറിയ ചെറിയ പെർഫോമൻസസ് ആണ്. അപ്പം വൈ ഡോണ്ട് വി ഹോസ്റ്റ് എ ഫെസ്റ്റിവൽ വിത്ത് ഓൾ ദീസ് സ്മോൾ പ്രൊഡക്ഷൻസ്. അപ്പം നമ്മൾ ഇതേപോലെ നമുക്കറിയാവുന്ന കൊച്ചിയിൽ തുടിപ്പ് എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ദിലീപ് എന്ന് പറഞ്ഞ ഒരു മൂവർ ഉണ്ടായിരുന്നു. അപ്പൊ അവരുമൊക്കെ ആയിട്ട് നമ്മൾ റീച്ച് ഔട്ട് ചെയ്തു. പിന്നെ തൃശ്ശൂരാണെന്ന് തോന്നുന്നു നമ്മുടെ സനോജ് മാമോ എന്ന് പറഞ്ഞു, പപ്പിസോറ എന്നൊക്കെ പറഞ്ഞു നമ്മൾ കുറച്ച് അപ്പം നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന അന്ന് ആ അടുത്ത ആഴ്ച ഉണ്ടായിരുന്ന കുറച്ച് സമയം വെച്ച് നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്ത് കുറച്ച് ചെറിയ പെർഫോമൻസസ് ഒക്കെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ഞാനും ദേവും കൂടെ കുറെ പോയി നമ്മൾ ഈ സ്പോൺസർഷിപ്പ് ഒക്കെ തപ്പി ഞാന് ദേവ് പ്രജിത്ത് അറിയാവുന്നിടത്തൊക്കെ നമ്മൾ ഫണ്ടിങ് ഒക്കെ ഒപ്പിച്ച് ഫണ്ടിങ് ഒക്കെ ഫൈൻഡ് ചെയ്ത് പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ലോട്ടറി പോലെ ഈ കേരള സ്റ്റേറ്റ് ലോട്ടറീസിന്റെ തന്നെ ഒരു ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഒക്കെ കിട്ടി. ആൻഡ് നമ്മളൊരു ക്രൗഡ് ഫണ്ടിങ് ക്യാമ്പയിൻ ഇനിഷ്യേറ്റ് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് കുറച്ച് പൈസ കിട്ടി. ഈ എല്ലാ പൈസയും കൂടെ വെച്ച് ആൻഡ് കുറച്ച് ടിക്കറ്റ് സെയിൽസും ഉണ്ടായിരുന്നു. അപ്പൊ ആ ടിക്കറ്റ് സെയിൽസിൽ നിന്നും അപ്പൊ ഈ 3 സോഴ്സസ് ഓഫ് റവന്യൂവിൽ നിന്ന് നമ്മൾ ഈ ഫെസ്റ്റിവൽ നടത്തി. അതിൽ പെർഫോം ചെയ്ത എല്ലാവർക്കും നമ്മൾ പൈസ കൊടുത്തു. ലൈക്ക് ചെറുതാണെങ്കിലും ഓൺ സ്റ്റേജ് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഇത്രയും, ഓഫ് സ്റ്റേജ് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഇത്രയും പൈസ എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ പേയും ചെയ്തു. ആൻഡ് ഈ പെർഫോം ചെയ്യാൻ മറ്റ് സിറ്റീസിൽ നിന്ന് വന്നവർക്ക് നമ്മൾ അക്കോമഡേഷനും കൊടുത്തു. ആൻഡ് നമ്മൾ ആദ്യമായിട്ട് ചെയ്ത ഫെസ്റ്റിവൽ, പക്ഷെ നമ്മൾ ആ ബഡ്ജറ്റ് ചെയ്തതിൽ നിന്ന് ഒരു 5000 രൂപ നമുക്ക് കയ്യിൽ വെക്കാനുള്ള രീതിയിൽ നമ്മൾ ആ ഫെസ്റ്റിവൽ ചെയ്തു. പക്ഷെ അതിന്റെ അടുത്ത എഡിഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് ദേവു പഠിക്കാനായിട്ട് ലണ്ടനിൽ പോകുന്നതും എനിക്ക് സിനിമകൾ വരുന്നതും അരവിന്ദൻ ലായൻ തിരിച്ച് സ്പെയിനിൽ പോയി, പ്രജിത്ത് തിരക്കായി. അപ്പം നമ്മൾ 6 പേരും ഒന്ന് സ്പ്ലിറ്റ് ആവേണ്ടി വന്നു. പക്ഷെ
വീൽ ഡെഫിനറ്റ്ലി ബി ബാക്ക്. പോക്കറ്റ് ഇപ്പൊ ഇനിയിപ്പോ ഒന്നും കൂടെ തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ അതൊരു നല്ല എൻഡവർ തന്നെ. അപ്പം ഇറ്റ്സ് നോട്ട് ഗോയിങ് എനിവെയർ, വീൽ ബി ബാക്ക് വിത്ത് ഇറ്റ്. അങ്ങനെ അപ്പോൾ ദൈവമായിട്ടുള്ള ജേണിയും അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെരി ഇൻസ്പയറിംഗ്. അലിയാറിനെ ഞാൻ ഈ സനോജിന്റെ ഒരു ചെറിയ പ്ലേ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇറ്റ്ഫോക്കില്. പപ്പിസോറെ നമ്മുടെ ഫെസ്റ്റിവലിലും ഉണ്ടായിരുന്നു, ഫോക്കിറ്റ് ഫെസ്റ്റിവലിലും ഉണ്ടായിരുന്നു. പപ്പിസോറെ നമ്മുടെ ആ ഫോക്കിറ്റ് ഫെസ്റ്റിവലിലെ ആ എഡിഷനിലെ ബെസ്റ്റ് ആക്ട് ആയിരുന്നു ആക്ച്വലി. ഭയങ്കര ഒരു ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് പപ്പിസോറെ നാടകം എന്ന് വെച്ചാൽ അപ്പോഴാണ് നമുക്ക് ആ ഒരു നാടകം, നമ്മുടെ നാടകം ഫെസ്റ്റിവൽ ഹോസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടായതേ. ഐ തിങ്ക് പപ്പിസോറെ ഫസ്റ്റ് ഡേ ലാസ്റ്റ് ഷോ ആയിരുന്നത്. ഇപ്പൊ 3 ദിവസമായിരുന്നു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നത്. 3 ദിവസം എല്ലാ ദിവസം 3 പെർഫോമൻസസ് വെച്ച്. അപ്പൊ ഫസ്റ്റ് ഡേ എൻഡ് ചെയ്തത് പപ്പിസോറെ വെച്ചിട്ടായിരുന്നു. ഭയങ്കര നല്ല, ലൈക്ക് അന്നാണ് നമുക്ക് ഇത് നാടകം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും നമുക്കുണ്ടായിരുന്നു. അപ്പം ഫോക്കിറ്റ് കാണാൻ വന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ഒക്കെ നാടകം എന്താണെന്ന് അറിയാം എന്ന് വെച്ചാൽ അവർ ഓണസ്റ്റ്ലി പറയാണ്, നാടകം കണ്ടിട്ടില്ല ചേട്ടാ, എന്താണ് പരിപാടി എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ വന്ന് കണ്ട ആൾക്കാർക്ക് ഈ പപ്പിസോറെ കണ്ടപ്പോഴത്തേക്കും അവർക്ക് ഓ എന്റെ അമ്മ ഇതാണല്ലേ പരിപാടി. ബിക്കോസ് ഇറ്റ് ഇസ് ലൈവ്, സോ ഇറ്റ് ഇസ് ആസ് എന്റർടൈനിങ് ആസ് സിനിമ ഓൺലി. ലൈക്ക് ദാറ്റ് ഇസ് നോ കൂടുതൽ ഒരു കുറവോ എനിത്തിങ്. ലൈക്ക് അതൊരു ഭയങ്കര രസമുള്ള പ്രൊഡക്ഷൻ ആയിരുന്നു. അങ്ങനെ അപ്പൊ കണ്ണനുണ്ണി ഞാനും ഒക്കെ ഒരുപാട് നാടകങ്ങള് ഇതേപോലെ നമ്മുടെ ഈ നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ. തേടി തേടി വന്നിരേ കരിമീൻകാരൻ മുന്നിട്ടാണ് പ്രണയക്കടലിൽ തുമ്പത്തെ പൊന്നിലും പുളിയും ചേരും നമ്മുടെ And wish you all the best. It's like a very inspiring the way your journey is, and I see a lot of things ahead which is going to happen. Wish you all the best. Thank you for that. Thank you.